എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണത്. പക്ഷെ ഇവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഒരു റിസർച്ച് സെന്റർ വേണം, ഖുർആൻ റിസർച്ച് സെന്റർ. ലഭ്യമായ എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ കൊണ്ടുവരണം. ഈ ലോകത്ത് മഹാന്മാരായ ഉലമാക്കൾ എഴുതിയ എല്ലാ തഫ്സീറുകളും ഇവിടെ ലഭ്യമാക്കണം. അത് ചർവിണം ചെയ്യണം, അതിന്റെ ആഴത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് മുത്തുകളും വൈഢൂര്യങ്ങളും വാരിയെടുത്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളാവണം. ഇപ്പൊ എന്താ പറഞ്ഞേ കുഴപ്പച്ച? സംഗതിയൊക്കെ നമ്മുടെ, പറയുന്നതൊക്കെ മറ്റോരാ. സാധനം പറഞ്ഞു വന്നാൽ നമ്മുടെ, പക്ഷേ ചെയ്യുന്നതാരാ? നമ്മളല്ലാത്തവരാ. യഹൂദികളും ക്രിസ്ത്യാനികളുമാണ് ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങൾ ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ വിജയിക്കുന്നത്. നമ്മൾ ഖുർആൻ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നു, കേവലം ഹിഫ്ളാക്കി വെക്കുന്നു. ചിലരുടെ ധാരണ മരിച്ചയുടെ തോതാനുള്ളതാ ഖുർആന, ചിലരുടെ ധാരണ അലമാറയിൽ വെച്ച് പൂട്ടിവെക്കാനുള്ളതാ ഖുർആന, ചിലരുടെ ധാരണ വെറുതെ വീട്ടിലിരുന്ന് ഓതാനുള്ള കിതാബാ ഖുർആന. ഖുർആൻ അങ്ങനെയല്ലാട്ടോ. ഖുർആൻ പറഞ്ഞത് കണ്ടോ നിങ്ങള്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു തആല പറയാണ്, നബിയേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ ഖുർആനിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഞാൻ ഇറക്കിയിരുന്നതെങ്കിൽ ലറഅയ്തഹു, നിങ്ങൾക്ക് കാണാമായിരുന്നു ആ പർവ്വതത്തെ, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് പർവ്വതം രണ്ട് കഷ്ടമായി പിളരുന്നത് കാണാമായിരുന്നു. അത്ര വലിയ ഗഗന ഗംഭീര്യമുള്ള കാര്യങ്ങളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ ഒരു ഉദാഹരണമായി കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നബിയേ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റണം കേട്ടോ. ഇബ്രാഹിം നബി അല്ലാഹു തആല തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇബ്രാഹിം നബി ഞങ്ങളുടെ നബിയാണ്, യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം നബി ഞങ്ങളുടെ നബിയാണ്, മുസ്ലിങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളുടെ നബിയാണ്. അപ്പൊ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? മാകാന ഇബ്രാഹിമു യഹൂദിയ്യം വലാ നസറാനിയ്യൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. കണ്ടോ, ഇബ്രാഹിം നബി യഹൂദിയല്ല, ഇബ്രാഹിം നബി നസറാനിയല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമുള്ള യഥാർത്ഥ മുത്തഖിയായ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിയുടെ ചര്യ പിൻപറ്റണമെന്ന് ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞു. എത്രത്തോളം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ പറയുന്നത് എന്താ? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന അത്തഹിയ്യാത്ത് ഓതിയതിന്റെ ശേഷം പിന്നെ ചൊല്ലുന്ന സലാത്ത് എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചെയ്യണം. വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്യണം. കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. ഖുർആനിൽ അതല്ലേ പറയണത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചെയ്യണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്യണം. ഏതുപോലെ? ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്തതുപോലെ. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്ര ഹദ്ദും ഹസറുമില്ലാത്ത, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി നൽകപ്പെട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. അതിൽപ്പെട്ട ഒരു എളിയ കാര്യമാണ് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല നൽകപ്പെട്ട ഒരു അനുഗ്രഹമാണ്. ചെറിയ കാര്യമാണ്, എന്ന വലിയ അനുഗ്രഹമാണ്. ചേലാകർമ്മം, സുന്നത്ത് കല്യാണം കഴിക്കുക. അപ്പൊ നമ്മളൊക്കെ സുന്നത്ത് കല്യാണം കഴിക്കുന്നില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുമ്പോ തന്നെ സുന്നത്ത് കല്യാണം കഴിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത്?
ولدته مختونا ومكهولا كما قد جاء في الخبر الصحيح المسند صلى عليك الله يا علم الهدى ما ناغ طير في الغصون يغرد വലദത്തുഹു മഖ്തൂനൻ അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കപ്പെടുമ്പോൾ സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ടിരുന്നു. വ മഖ്ഹൂലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കണ്ണിലും സുറുമ എഴുതപ്പെട്ടിരുന്നു. കണ്ടോ, റസൂലുള്ളാഹിനെ പ്രസവിക്കുമ്പോൾ തന്നെ സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ട നിലയിലാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭപാത്രത്തിൽ നിന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് പെയ്യാൻ പറഞ്ഞ ചര്യയാണത്. ആദ്യമായി ലോകത്ത് സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ട പ്രവാചകൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്ത് കല്യാണം കഴിച്ചു കൊടുത്തത് ആരാണെന്ന വിഷയത്തില് ഉലമാഇന്റെ ഇടയിൽ ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും ഒരഭിപ്രായത്തിൽ പറയുന്നത് ഇബ്രാഹിം നബി കടുത്ത മനധൈര്യമുള്ള ആളായിരുന്നത് കൊണ്ട് സ്വന്തം പുത്രന്റെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കാൻ ധൈര്യം കാണിച്ച പ്രവാചകനാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം. അത്ര മനക്കട്ടിയുള്ള ആളായതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചേലാക്രമം ഇബ്രാഹിം നബി തന്നെ സ്വന്തം കൈകൊണ്ട് ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് മുറിച്ചാണ്ട് കളഞ്ഞോന്ന അത്ര വലിയ മനക്കട്ടിയുള്ള പ്രവാചകനാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം. ആവട്ടെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ചര്യയാണ് ചേലാക്രമം. എന്തിനാ ഈ ഇടപാട് നടത്തിയത്? നമ്മളൊന്ന് സൈലന്റ് ആയിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം. കുട്ടികൾ ആൺകുട്ടികളായിട്ട് ജനിച്ച അപ്പൊ മാപ്പിളാര് മുസ്ലിങ്ങൾ ചെയ്യുക, ഉടനെ കൊണ്ടുപോയിട്ട് അവന്റെ ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് കട്ടാക്കി. ഇപ്പോ കുട്ടികൾ മാത്രമൊന്നല്ല ഇപ്പൊ ചെയ്യുന്നത്. ഞാനൊരു ആശുപത്രി നടത്തുന്നുണ്ട്. ദിവസം നേരം വെളുത്താൽ രോഗികളുടെ തിരക്കാണ് അവിടെ. ആ കൂട്ടത്തിൽ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പേര് ജോൺസൺ എന്നാണ്. അയാൾക്ക് ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് പറയണ്ടോ? ജോൺസനോട് വരാൻ പറഞ്ഞു. ജോൺസൺ വന്നു. അയാൾ പറഞ്ഞു, എനിക്ക് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. ഈ റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നാൽ ഒറ്റക്ക് പറയാനാണ്. അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പോയി. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞ ഒന്നല്ല, അയാൾക്കൊന്ന് സുന്നത്ത് കഴിക്കണം. സുന്നത്ത് കല്യാണം അയാൾക്ക് കഴിക്കണം ജോൺസന്. കാരണം അയാൾക്ക് ശരിയായ നിലയ്ക്ക് മൂത്രം പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടൊരു യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂത്ര സംബന്ധമായ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന കൺസൾട്ടന്റ്, അയാൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ സുന്നത്ത് കല്യാണം കഴിക്കണ പോലെ തന്നെ കഴിക്കണമെന്നാ. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തേക്കാ പോണ്ടത്? നിങ്ങളൊക്കെ ഈ സുന്നത്ത് കല്യാണം കഴിക്കണ ഒരു വിഭാഗങ്ങളുടെ കൂട്ടത്തിലല്ലേ? പണ്ട് അവരൊക്കെ ഓസാമാരെന്നാ പറയാ. പക്ഷേ അവിടെ നമ്മളൊന്ന് തിരുത്തേണ്ട ഒരു സംഗതി ഉണ്ട് കേട്ടോ മോനെ. ഈ എവിടുക്കാ പോണ മോനെ? തിരുത്താനാവും പോണു. തിരുത്തേണ്ട സംഗതി എന്ന് പറഞ്ഞപ്പോ ഒരാൾ നീച്ചു പോണുണ്ട്. നമുക്ക് ഈ ഓസാമാരുടെ കാര്യം പറയുമ്പോൾ അവിടെ ഒന്ന് തിരുത്തേണ്ട ഒരു സംഗതിയുണ്ട്. ഇപ്പൊ അടുത്ത് ഒരു കേസ് ഞങ്ങളുടെ കോടതിയിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തുകാരൻ അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ആളാണ് പരാതിക്കാരൻ. അയാൾ പറഞ്ഞത് മുസ്ലിങ്ങളിൽ ജാതി ഉണ്ട് എന്നാ പറഞ്ഞത്. മുസ്ലിങ്ങളില് ജാതി ഉണ്ട്, ഹിന്ദുക്കളില് ജാതി ഉണ്ടല്ലോ. നായര്, നമ്പൂരി, പൊലയൻ, പാണൻ, ചറമൻ, ചെട്ടി. ബഹുമാനപ്പെട്ട ഉമർ ഖാദി പറഞ്ഞില്ലേ, ആശാരി മൂശാരി വമണ്ണാനു പറയരു വകൊശവാനു ചട്ടിയും വനായാടി പാണരു അയാ ഫാഖിറം ബിൻ നസ്ബി കൈഫാ തഫാഖുറു വഅസ്ലൂകു മുഅ്മിൻ ഖബിലു തിയം വനായരു ആശാരി മൂശാരി വമണ്ണാനു പറയരു വകൊശവാനു ചട്ടിയും വനായാടി പാണരു. അതിനെ മലയാളത്തില് കുമാരനാശാൻ ഈ ജാതീയതയെ പറ്റി ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കവിതയിൽ കുമാരനാശാൻ പറഞ്ഞത്, തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തൊരിങ്ങിന് ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ ആട്ടും വിലക്കും വഴി ആട്ടും മറ്റുമേ കൂട്ടർ സഹിച്ച് പൊറുതിമുട്ടി
വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താനെ കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതീയത ഉണ്ടായിരുന്നു. ഉമർ ഖാദി അത് അറബിയിൽ പറഞ്ഞതാണ്. അയാ ഫാഖിറം ബിൻ നസ്ബി കൈഫ തഫാഖുറു. തറവാട്ട് പേര് പറഞ്ഞിട്ട് ക്രെഡിറ്റ് പറയുന്ന, അഭിമാനം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന മുസ്ലിങ്ങളെ, എടാ മുസ്ലിമേ, നിന്റെ ബാപ്പന്റെ വാപ്പ, വാപ്പന്റെ വാപ്പ, അവന്റെ വാപ്പ, അവന്റെ വാപ്പാടെ വാപ്പ തീയനാണ് അല്ലെങ്കിൽ നായരാണ്, ആശാരിയാണ് അല്ലെങ്കിൽ മൂശാരിയാണ്, കൊശവനാണ് അല്ലെങ്കിൽ ചെട്ടിയാണ്. നായാടി പാണരു, ചിലപ്പോ നായാടിയാകും പാണരാകും. ആരൊഴികെ? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായ തങ്ങന്മാരൊഴികെ. അഹ്ലുബൈത്ത് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായ തങ്ങന്മാരല്ലാത്ത കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളും കൺവെർട്ടഡ് മുസ്ലിമാണ്, മതം മാറിയവരാണ്. അപ്പോ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതിയില്ല. ഈ അബ്ദുറഹീം, തിരുവനന്തപുരത്തെ അബ്ദുറഹീം വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? മുസ്ലിങ്ങളിൽ ജാതിയുണ്ട്. കാരണം മുസ്ലിങ്ങളിൽ സുന്നത്ത് കല്യാണം കഴിച്ചു കൊടുക്കുന്നവനെ മുസ്ലിങ്ങൾ വിളിക്കുന്ന പേര് ഓസാൻ. അതുകൊണ്ട് ഓസാൻ ഒരു ജാതിയാണ്. ഓസാന്റെ കൊലത്തൊയിൽ എന്ന് പറഞ്ഞാൽ സുന്നത്ത് കല്യാണം കഴിക്കല, വേറെ പണിയൊന്നുമില്ല. എന്റെ തൊട്ടടുത്തിരിക്കുന്ന ജഡ്ജി എന്നോട് ചോദിച്ചു, സക്കാഫി, മുസ്ലിങ്ങളുടെ ജാതിയുണ്ട്? ഞാൻ പറഞ്ഞു, ഏയ് ഇല്ല പറഞ്ഞു. ഉടനെ ഇയാൾ പറഞ്ഞു, ഉണ്ട്. അയാൾ പറയാണ് ഉണ്ട്. ഏതൊക്കെയാ? ഞാൻ ചോദിച്ചു, ഏതൊക്കെയാണോ ജാതി ചോദിച്ചു. അയാൾ പറഞ്ഞു, സുന്നി, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഖാദിയാനി, ഷിയ, റാഫിദി, മുജസ്സിമി, ഇബാദി, ഖുബൂരി, സലഫി, ഖലഫി, ബറേലവി, മുഖദ്ദിമി, മുഖദ്ദിരി, അഹ്ലെ ഹദീസി. ഇങ്ങനെ പോവുകയാണ് കുറെ 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 കുറെ. അപ്പൊ ഇയാൾ ഇതൊക്കെ പറഞ്ഞപ്പോ കേൾക്കണമെന്ന് തോന്നി. ശരിയാ, സുന്നി ഒരു ജാതി, മുജാഹിദ് ഒരു ജാതി, ജമാഅത്ത് ഇസ്ലാമി വേറൊരു ജാതി, തബ്ലീഗ് വേറൊരു ജാതി. അപ്പൊ രണ്ട് ജഡ്ജിമാർ ഇപ്പൊ കണ്ടില്ലപ്പോ, അബ്ദുൽ നാസർ മാദനിക്ക് ജാമ്യം കൊടുക്കുന്ന വിഷയത്തിൽ 3 ജഡ്ജിമാരിൽ 3 ആൾ 3 കോലത്തിൽ അഭിപ്രായം പറഞ്ഞാൽ കേസിന്റെ വഴിക്കാണ് പോകും. അതുകൊണ്ട് ഇപ്പൊ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ അയാൾക്ക് ജാമ്യം കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ ഒരു പ്രത്യേക കോടതി ഉണ്ടാക്കിയിരിക്കുക. ഇത് ഇവിടെയും ബാധക. അതുകൊണ്ട് 2 ആൾ പറഞ്ഞു എന്നോട്, ശരിയാ, ഇയാൾ പറയുന്നത് ശരിയാ, നിങ്ങളുടെ കൂട്ടത്തിൽ സുന്നികളില്ലേ? നിങ്ങളാരാ? ഞാൻ സുന്നിയാ. ജമാഅത്തില്ലേ? ഉണ്ട്. മുജാഹിദില്ലേ? ഉണ്ട്. തബ്ലീഗില്ലേ? ഉണ്ട്. ഖാദിയാനില്ലേ? ഉണ്ട്. ഒക്കെ ഉണ്ട്. ഒക്കെ പറഞ്ഞു ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞു, അബ്ദുറഹീമേ, സുന്നി ഒരു ജാതിയല്ല, മുജാഹിദ് ഒരു ജാതിയല്ല, ജമാഅത്ത് ഇസ്ലാമി ഒരു ജാതിയല്ല. ഒരു ജമാഅത്ത് ഇസ്ലാമിക്ക് എപ്പോ വേണമെങ്കിലും സുന്നിയാകാം. ഇപ്പൊ വന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നോക്കും. ഒരു മുജാഹിദിന് എപ്പോ വേണമെങ്കിലും സുന്നിയാകാം. ഒരു ഖാദിയാനിക്ക് എപ്പോ വേണമെങ്കിലും മുസ്ലിമാകാം. ഷഹാദത്തി അല്ലി വരണം എന്നുള്ളൂ. കാരണം ഔട്ട് ഓഫ് ഇസ്ലാമാണ് ഖാദിയാനി. മുഹമ്മദ് നബിയുടെ ശേഷം ഒരു നബിയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞതാ, ഹദീസിൽ പറഞ്ഞതാ, ലോക മുസ്ലിങ്ങളുടെ വിശ്വാസ. അതിനെ ചോദ്യം ചെയ്ത ആളാണ് മിർസാ ഗുലാം അഹമ്മദ്. നബിയാണെന്ന് വാദിച്ചു, കള്ളപ്രവാചകന. അപ്പൊ അയാള് ഷഹാദത്ത് കലിമ ചൊല്ലി ഖാദിയാനിക്ക് മുസ്ലിം ആവാം. ഞാൻ പറഞ്ഞു, ഒരു ജമാഅത്ത് ഇസ്ലാമിക്ക് എപ്പോ വേണമെങ്കിലും സുന്നിയാകാം, ഒരു മുജാഹിദിന് എപ്പോ വേണമെങ്കിലും സുന്നിയാകാം, ഒരു തബ്ലീഗുകാരന് എപ്പോ വേണമെങ്കിലും സുന്നിയാകാം. ഞാൻ ചോദിച്ചു, ഒരു നായരിക്കൊന്ന് നമ്പൂരിയാവാൻ പറ്റുമോ? ഒരു ചർമ്മന് എപ്പോഴെങ്കിലും ഒന്ന് നമ്പൂരിയാവാൻ പറ്റുമോ? ഒരു പുലയനൊന്ന് നായരാകാൻ പറ്റുമോ? ഒരു നായർക്കൊന്ന് നമ്പൂരിയാവാൻ പറ്റുമോ? പറ്റില്ല. നമ്പൂരി നമ്പൂരി തന്നെ ചാവണ വരെ, നായര് നായർ തന്നെ ചാവണ വരെ, പുലയൻ പുലയൻ തന്നെ ചാവണ വരെ, ചത്ത് പോകുന്നവരെ ആ ജാതി അവനിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഓസാന്ന് പറഞ്ഞിട്ടൊരു ജാതി മുസ്ലിം സമുദായത്തിൽ ഇല്ല. അവരെ പണിയെടുത്തു എന്ന് വെച്ചിട്ട് നമ്മളവരെ മോശക്കാരാക്കാൻ പാടില്ല. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഓസാന്മാർക്ക് പെണ്ണു കൊടുക്കാൻ പാടില്ല. എവിടുന്നുണ്ടായതാന്ന് എനിക്കറിയില്ല. ഇസ്ലാമിൽ എവിടെയില്ല ഓസാന്മാർക്ക് പെണ്ണിട്ടിച്ചു കൊടുക്കാൻ പാടില്ലാണ്. ഇത്ര നല്ല പണിയിരിക്കുന്ന ആൾക്കാർക്ക് പെണ്ണില്ലെങ്കിൽ പിന്നെ ആർക്കായി പണി പെണ്ണ് കിട്ടുക? ഇബ്രാഹിം നബി ചെയ്ത പണിയായി പണി. ഇബ്രാഹിം നബിയുടെ പണിയുന്ന ആൾക്കാർക്ക് പെണ്ണില്ലെങ്കിൽ പിന്നെ ആർക്കാ പെണ്ണിവിടെ? ചിലർ പറയാറുണ്ട്, ഓസാന്മാരുടെ വീട്ടിൽ നിന്നൊന്നും തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവില്ലാത്ത വിശ്വാസം എന്നാണ് അർത്ഥം. ഇതിനൊന്നും തെളിവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ് ചേലാകർമ്മം, സുന്നത്ത് കല്യാണം.
കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന ഏർപ്പാടാണ്. ആണാണെങ്കിൽ ഇതെന്തിനു വേണ്ടിനാ ചെയ്യുന്നത്, ഇതിന്റെ ഗുണം എന്താണ്, ഇതൊന്നും നമ്മൾ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടന അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒന്നും ഒരു ലബോറട്ടറി പോലും ഇല്ല. ഉണ്ടോ? പട്ടിക്കാട് ലബോറട്ടറി ഉണ്ടോ? മർക്കസിൽ ലബോറട്ടറി ഉണ്ടോ? ഇസ്ലാമിക് ലബോറട്ടറിയാ ഞാൻ പറയുന്നത്. +2 പഠിക്കുന്ന കുട്ടികൾക്ക് H2 SO4 ആക്കാനും SO4 H2 ആക്കാനുള്ള ലബോറട്ടറി ഉണ്ട്. ആ ലാബല്ല ഈ പറയുന്ന ലാബ്. ഒരു ഇസ്ലാമിക് ലബോറട്ടറി രൂപം കൊടുക്കണം. ആ ഇസ്ലാമിക് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊണ്ടുവരണം. ഇവരിത് ടെസ്റ്റ് ചെയ്തു. ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ നടത്തിയ പഠനം, ക്യാൻസർ രോഗം എവിടം വരെ എത്തി എന്ന പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും അധികം ഗർഭപാത്രത്തിലെ ക്യാൻസർ കൂടുതലുള്ളത് മുസ്ലിം എന്ന് പറയുന്ന ജാതി അല്ലാത്തവരിലാണ്. മുസ്ലിം പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിന്റെ ക്യാൻസർ കുറവാ, ബാക്കിയുള്ള പെണ്ണുങ്ങളിലാ കൂടുതൽ. ഗവൺമെന്റ് തരുന്ന അരി 2 രൂപയുടെ അരി റേഷൻ കടയിൽ നിന്ന്, ഒറ്റ റേഷൻ കടയിൽ നിന്ന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മേടിക്കണം. ഒരേ പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം നമ്മളെല്ലാവരും കുടിക്കണം. ഒരേ നാട്ടിലെ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഒരേ വികാരം നമ്മൾ പങ്കുവെക്കുന്നത്. പക്ഷേ മുസ്ലിം പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ക്യാൻസർ കുറവ്, മുസ്ലിം അല്ലാത്ത പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ക്യാൻസർ കൂടുതൽ. എന്റെ വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം തേടിപ്പോയപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടു, മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെടുന്ന മുസ്ലിം പുരുഷന്റെ ലൈംഗികാവയവം വളരെ ശുദ്ധമാണ്. പൂപ്പലുകളും ഫംഗസുകളും വൈറസുകളും അടിഞ്ഞുകൂടാത്ത ശുദ്ധമായ ബീജം പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ വിസർജിക്കപ്പെടുന്നത് കൊണ്ടാണ് മുസ്ലിം പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ക്യാൻസർ കുറഞ്ഞത്. അതിന്റെ കാരണം ചെറുപ്പത്തിൽ തന്നെ മുസ്ലിം പുരുഷന്മാര് ചേലാക്രമം ചെയ്തത് കൊണ്ടാണ്. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൽ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് മാറ്റപ്പെടേണ്ട മതമല്ല ഇസ്ലാം. ഒരു കാലത്ത് സുന്നത്ത് കല്യാണം കഴിക്കുന്നതിനെ എതിർക്കപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ എല്ലാവരും സുന്നത്ത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ടോ മദ്യം? ഇപ്പൊ എല്ലാ സംഘടനക്കാരും സമ്പൂർണ്ണ മദ്യ നിരോധന അല്ലേ? മുസ്ലിം സംഘടന മാത്രമൊന്നല്ല, മുസ്ലിം അല്ലാത്ത സംഘടന, രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവർക്കും ഇപ്പൊ വേണ്ടത് സമ്പൂർണ്ണ മദ്യ നിരോധനം വേണം. ലോകത്താദ്യം സമ്പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവന്ന ആളാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മഹാത്മാഗാന്ധിക്ക് ഒരു വസിയ്യത്ത് ഉണ്ടായിരുന്നു ഇന്ത്യക്കാരോട്. അതെന്താണെന്നറിയോ? RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റുകൊണ്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് ഗാന്ധി പെടഞ്ഞു മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പേ ഇന്ത്യക്കാരോട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് രാമക്ഷേത്രം പണിയണമെന്നല്ല, ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കണമെന്നല്ല, ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കണമെന്നല്ല. രാമഭക്തനായിരുന്ന ഗാന്ധി, രാമനെ ഏറ്റവും അധികം പൂജിക്കപ്പെട്ടിരുന്ന ഗാന്ധി ഇന്ത്യക്കാരോട് നൽകിയ ഉപദേശം, ഭാരതം ഒരു സമ്പൂർണ്ണ മദ്യ നിരോധന രാജ്യമാക്കണം. പക്ഷേ അത് പറഞ്ഞ മഹാത്മാഗാന്ധിക്ക് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ് മരിക്കണതിന്റെ മുമ്പേ ഭാരതത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും മദ്യനിരോധനം കൊണ്ടുവന്ന് കണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകിയില്ല. ഇപ്പൊ മുജാഹിദീങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇസ്ലാമായിട്ട് കൊണ്ടുവന്ന നിസ്കരിക്കുന്നതില്ല. ഇത് നിങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ നിസ്കാരം കണ്ടില്ലേ? മുജാഹിദിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈദ്ഗാഹിലെ കൊല്ലും അങ്ങുണ്ടാവും ആ പരിപാടി. ലൈവായിട്ട് നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു. പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നതാണ് കൂടുതൽ ലൈവായിട്ട് കാണിക്കുന്നത്. അതിനാണല്ലോ പ്രേക്ഷകർ കൂടുതൽ. പ്രേക്ഷകർ കൂടുതൽ സ്ത്രീകളുടെ നിസ്കാരം കാണാനാണല്ലോ. അല്ലാഹു തആല നിസ്കരിക്കാൻ എങ്ങനെ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ വിജയിച്ചു. ലൈവായിട്ട് നിസ്കരിക്കുമ്പോ ഭയഭക്തിയല്ല, മോത്തേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് നിൽക്കുമ്പോ പടച്ചോനെ ഞാനിപ്പോ ഇന്റെ പോലെ എങ്ങനെ സിനിമ ഇതിൽ കാണാനാവോ എന്ന് ചിരിച്ചിട്ട് നിൽക്കട്ടെ. ലൈവായിട്ടൊരു ചിരി നിസ്കരിക്കുമ്പോ അത് വേണോ?
ഈ കഴിഞ്ഞ പെരുന്നാളിനുണ്ടായി ലൈവ് നിസ്കാരം. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് കൊണ്ടൊരു മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു കാറ് വിളിച്ചിട്ട് നിങ്ങൾ തൃശ്ശൂർക്ക് പോരുകയാണെങ്കിൽ ശക്തൻ തമ്പുരാനിൽ എന്താ നടക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ മാർക്കറ്റില് കണ്ട പശുക്കളും എരുമയും പോത്തും ആടും ആൾക്കാരും തൂറി വിരകി ഹറാബാക്കുന്ന സ്ഥലമാണ് ഈ ശക്തൻ തമ്പുരാൻ. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിനും അവിടെ പോയി പെരുന്നാൾ നിസ്കരിച്ചാലേ റാഹത്ത് അവിടെ ഉള്ളൂ. ചിലവർക്ക് ചില മണം കിട്ടിയാലേ നിസ്കാരം സഹിയാവൂ. അത് കൊല്ലം അവരവിടെ നിസ്കാരം ലൈവ്. അങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടൊന്ന് കൈ കെട്ടി കൂട്ടത്തിൽ അവരൊരു കറാമത്ത് പറഞ്ഞു. കഴിഞ്ഞ കൂട്ടത്തിൽ മമ്മൂട്ടി ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചത്. നിസ്കാരം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണത്. മമ്മൂട്ടി നിസ്കരിച്ചത്. മോഹൻലാലിന് കൂട്ടായിരുന്നു എന്നാ ജോഡിയാകുമല്ലോ. പറഞ്ഞു പോയതാണിത്. മമ്മൂട്ടി ഞങ്ങളുടെ കൂടെയാണ് നിസ്കരിച്ചത്. ഞാൻ മമ്മൂട്ടിനെ ഇൻസൾട്ട് ചെയ്ത് പറയല്ല, ഞാൻ വ്യക്തിവിരോധത്തിന് വേണ്ടി പറയല്ല. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണ്. ഇസ്ലാമിലെന്ത് മമ്മൂട്ടി, ഇസ്ലാമിലെന്ത് മുഹമ്മദ് അലി, എല്ലാവരും സമന്മാരാണ്. അള്ളാഹുവിന്റെ അടുത്ത് ശ്രേഷ്ഠതയുള്ളവൻ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഉത്തമൻ അള്ളാഹുവിന്റെ അടുത്ത് ഭയഭക്തിയുള്ളവനാണ്. ഭക്തി എവിടെയാണ് കിടക്കുന്നത്? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി. അതിന് ലൈവ് വേണ്ട. ഞാൻ പറയാനുള്ള കാരണം ഈ പെണ്ണുങ്ങളെ കെട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് വെറുതെ വീട്ടിലിരിക്കുന്ന മതി. വീട്ടിൽ നിസ്കരിച്ചാ കൂലി വീട്ടിൽ തരാന്ന് റസൂലുള്ളാഹി പറയാ. ആണുങ്ങൾ പള്ളിയിൽ പോയി ബുദ്ധിമുട്ടി കട്ടപ്പെട്ട് നിസ്കരിക്കുന്ന 27 ദറജ കൂലി വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ നിനക്ക് തരാമെന്ന് ഖാല റസൂലുള്ളാഹി. ഉമ്മു ഹുമൈദിന്റെ സായിദി എന്ന് പറഞ്ഞ പെണ്ണിനോട് റസൂലുള്ളാഹി പറഞ്ഞതാണ്. വളരെ സഹീഹായ ഹദീസാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ചില പെണ്ണുങ്ങൾക്കൊരു തോന്നല് ഞമ്മക്കൊന്ന് പോയി കളയാം. അങ്ങനെ പോയി. ഒരു പെണ്ണ് വന്നത് 6 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് നിസ്കരിക്കാൻ വന്നത്. നിസ്കരിക്കുന്നത് വരെയൊക്കെ തൽക്കാലം അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ച് നിന്നു. എല്ലാവരും പിന്നെ ഒരു സമയത്തല്ലേ നിസ്കരിക്കുന്നത്. അപ്പൊ കുട്ടിനെ എന്ത് ചെയ്യുന്നു ഇവൾക്ക് ആകെ കൺഫ്യൂഷനായി. അവസാനം അവള് തീരുമാനിച്ചു കുട്ടിനെ ഇവിടെ തന്നെ നിലത്ത് വെക്കുക. കുട്ടി ഭയങ്കര നിലവിളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിസ്കരിക്കുമ്പോ ഈ പെരുന്നാൾ നിസ്കാരം ഏറെക്കുറെ മയ്യത്ത് നിസ്കാരത്തിന് മുകളിൽ അല്ലാഹു അക്ബർ ഇടക്കിടക്ക് കൈ ഇങ്ങനെ എടുക്കണ്ടല്ലോ. ഈ കുട്ടിയുടെ വിചാരം എല്ലാവരും കൈ പൊക്കുമ്പോ കുട്ടിനെ തല്ലാന്നാ. കുട്ടി അടി കൊണ്ട പോലെ നിലവിളി തുടങ്ങി. അവസാനം അവളുടെ നിസ്കാരം പോയി, കോൺസെൻട്രേഷനും പോയി, തൊട്ടടുത്തുള്ള കോൺസെൻട്രേഷനും പോയി, നിസ്കാരത്തിൽ ഭയഭക്തിയൊക്കെ പോയി. പിന്നെ ഇത് എങ്ങനെയും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നായി. അവസാനം ഇവൾ ഒന്നാമത്തെ റക്അത്തിൽ സുജൂദിലേക്ക് അങ്ങോട്ട് പോയി. രണ്ടാമത്തെ റക്അത്തിൽ പൊന്തി വരുമ്പോ ഇവൾ എന്ത് ചെയ്തു? പതുക്കെ ഒരു കയ്യിൽ ഈ കുട്ടിനെ ആയിട്ടുണ്ട് പൊന്തി. ഇപ്പൊ ഒരു തൊക്കത്ത് ഒരു കയ്യിൽ കുട്ടിയും ഒരു കൈ കൊണ്ടാണ് പിന്നെ അല്ലാഹു അക്ബർ. ഈ സിഗ്നൽ നിസ്കാരം. ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഗതികെട്ടുകൊണ്ടൊരു നിസ്കാരം നടത്തിക്കണമെന്ന് ഏത് പ്രമാണത്തിലാണ് നിങ്ങൾ കണ്ടത്? നബി തങ്ങളുടെ ഭാര്യമാർ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ മൗലിദ് അബൂബക്കർ സിദ്ദീഖ് ഓതിയിട്ടുണ്ടോ? ഉമർ ഫാറൂഖ് ഓതിയിട്ടുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഓതിയിട്ടുണ്ടോ? അലിയാർ മൗലിദ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ആയിഷ ബീവി ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ? ഖദീജ ബീവി നിസ്കരിക്കാൻ പോയിട്ടുണ്ടോ? ഫാത്തിമ ബീവി നിസ്കരിക്കാൻ പോയിട്ടുണ്ടോ? നബി തങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? നബി തങ്ങൾ അവരെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഈ നിലയ്ക്ക് ഒരു സിഗ്നൽ നിസ്കാരം നടത്തിയിട്ടുണ്ടോ? ഒരു 16 ചോദ്യം അങ്ങടാ ചോദിക്കുക. മറുപടി നീ കൊണ്ടുവരട്ടെ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ മനസ്സിലാക്കാൻ ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മതമാണ് ഇസ്ലാം മതം. പെണ്ണിന് വേണ്ടിയാണ് ഇസ്ലാം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകപ്പെട്ടത്. പെണ്ണിന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം എന്തൊക്കെയാണ്? പുരുഷന് പോലും ഒരു എക്സ്ക്യൂസും ഇല്ല പള്ളിയിൽ വരുന്നതില്. പെണ്ണിനോട് പറഞ്ഞു വരണ്ട, സുബൈക്കും വരണ്ട, അസറിനും വരണ്ട, ലൊഹറിനും വരണ്ട, മഗ്‌രിബിക്കും വരണ്ട, ഇശാക്കും വരണ്ട, ജുമാക്കും വരണ്ട. എന്തേ കാരണം? വിരോധം കൊണ്ടല്ല കേട്ടോ. വിരോധം കൊണ്ടാണെങ്കിൽ വാതിന് വരാൻ പറയും. ഞങ്ങള് വാതിന് വരണ്ടാന്ന് പറയാറുന്നില്ലേ? പെണ്ണിനോട് പള്ളിയിൽ വരാൻ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അത് ആദ്യം കൊണ്ടുവരിക ഞങ്ങളാ. കാരണം അവിടെ വന്ന് പറഞ്ഞ് വല്ല പിരിവെടുക്കാൻ പറ്റുമോ നോക്കാലോ. ഒരു തെളിവും കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കത് ധൈര്യം വരാത്തത്. ഞങ്ങൾ പെണ്ണിന് വിരോധത്തിന്റെ ആളുകളൊന്നുമല്ല. പെണ്ണുങ്ങളോട് ഭയങ്കര വിരോധമാണ് മുസ്ലിയാക്കന്മാർക്ക്. പെണ്ണുങ്ങളെ കണ്ടുകൂടാ, ഭയങ്കര അലർജിയാണ്. അങ്ങനെ അലർജിയൊന്നുമില്ല. അങ്ങനെ അലർജി ആണെങ്കിൽ ആ വായതിന് കൊടു നിർത്തിയിരിക്കുന്നു. അവർക്ക് മാന്യമായ പരിഗണന കൊടുക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് കോളേജുകൾ സ്ഥാപിക്കുന്നു, അവർക്ക് ഉയർന്ന നിലവാരങ്ങൾ സ്റ്റാറ്റസ് കൊടുക്കുന്നു. ഇസ്ലാം അത് അതിനൊന്നും എതിരല്ല. പക്ഷെ പെണ്ണിന്റെ ഗുണത്തിന് വേണ്ടിയാ പറഞ്ഞത് പള്ളിയിൽ വരണ്ടാന്ന്. 5 നേരം പള്ളിയിൽ ആണുങ്ങൾ വരുന്ന പോലെ പെണ്ണുങ്ങളും വന്നാൽ ബുദ്ധിമുട്ടാവും. ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം ഒരു സുഖം ഉണ്ടാവും. അപ്പൊ നമ്മളോട് പറഞ്ഞില്ലേ, സുബഹി നിസ്കാരം ജമാഅത്തായി ആരെങ്കിലും നിസ്കരിച്ചാൽ
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇത്ര ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. നമ്മൾ 10 കിതാബിൽ പഠിച്ചിട്ടുണ്ട്. ഇശാ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ, അസർ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ, വുസ്താ എന്ന് പറയുന്ന നിസ്കാരമാണ് അസർ നിസ്കാരം, അത് ജമാഅത്തായി നിസ്കരിച്ചവന് വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം ജനങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ അവർ കാലിന്റെ മുകളിൽ എഴഞ്ഞുകൊണ്ട് ജമാഅത്തിന് വരുമായിരുന്നു. സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫർദി ബി27 ദറജ. 27 ദറജ പ്രതിഫലം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നിസ്കാരത്തിനുണ്ട് കേട്ടോ. മദീനത്തെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നതിന് ഒരു എക്സ്ക്യൂസ് കിട്ടാൻ വേണ്ടി കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, കണ്ണ് കാണാത്ത പാവപ്പെട്ട സഹാബിയാണ് ഉമ്മ മക്തൂമ തങ്ങള്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമ തങ്ങള് കണ്ണ് കാണൂല. നബി തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് സുബഹിക്ക് ജമാഅത്തിന് വരണോ, അസറിന് ജമാഅത്തിന് വരണോ, അതുപോലെ ഇശാക്ക് ജമാഅത്തിന് വരണോ, മഗ്രിബിക്ക് ജമാഅത്തിന് വരണോ, കണ്ണ് കാണാത്ത എനിക്ക് പള്ളിയിലോട്ട് വരുന്നതിന് വല്ല എക്സ്ക്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമേ, മദീനത്തെ പള്ളിയിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കാൻ നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി അതാ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിന്റെ മറുപടി, നഅം യാ റസൂലല്ലാഹ്, ബിലാലിന്റെ ബാങ്ക് എന്റെ വീട്ടിലേക്ക് കേൾക്കും. ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടി, എന്നാൽ നീയും പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കണം. ഒരു തൽക്കാലം ഒരു ഉദറ് കിട്ടാൻ വേണ്ടി ചോദിച്ചതാ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമ തങ്ങളോട് പറഞ്ഞ നീയും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്നാ. അപ്പൊ പെണ്ണിനോട് വരണ്ടാന്ന് പറഞ്ഞത് അവൾക്ക് കൂലി കുറവില്ല. 27 ദറജ കുടി കൊടുക്കാം. വീട്ടിന്റെ ഇരുളിലുള്ള റൂം നോക്കി നിസ്കരിച്ചോ, 27 ദറജ അവിടെ തരാ. ആണിന് തരുന്നത് മുഴുവൻ തരാ, 1 ഇഞ്ച് കുറക്കില്ല എന്ന് ആരാ പറയണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ. ഇനി സുബഹിക്കെങ്ങാനും പെണ്ണ് പള്ളിയിൽ വരികയാണെങ്കിൽ അത് അതിലേറെ കുഴപ്പമാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇസ്ലാം ഏറ്റവും പ്രാക്ടിക്കലായ മതാണ്. 100% പ്രാക്ടിക്കലായ ഇസ്ലാം. കാരണം അതിന്റെ ബുദ്ധി അള്ളാടെ, നമ്മുടെ അല്ല. അള്ളാടെ മതാണ് ഇസ്ലാം. അള്ളയാണ് രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ടാണ് പെണ്ണ് സുബൈക്ക് പള്ളിയിലേക്ക് വരണ്ട, ഒരു വക്കത്തിനും വരണ്ട. സുബൈ അടക്കം വരേണ്ടി വന്നാലോ ബുദ്ധിമുട്ടായില്ലേ? ഇപ്പൊ സുബൈക്ക് നമ്മൾ പള്ളിയിൽ വരണേ, നമ്മളൊക്കെ എങ്ങനെ? ഇപ്പൊ വയല് കഴിഞ്ഞ്, ഇപ്പൊ ഇവിടുന്ന് വയല് കഴിഞ്ഞിപ്പോ ഞാനൊരു 11 മണിക്ക് ഇവിടുന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ 12 മണിക്കാ പോണു നോക്കുക. ഞാൻ എന്റെ പുരയിലെത്തുമ്പോൾ മിനിമം 2:30 മണിയാവും. ഒന്ന് ബാത്റൂമിൽ പോയി ഒരു ഒതുവൊക്കെ ഉണ്ടാക്കി വന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ 3 മണിയാവും. നല്ല ഉറക്കം ഇങ്ങോട്ട് വരുമ്പോഴാവും ഇവിടുന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുക, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്, എഴുന്നേൽക്കുക. ഹയ്യ അല സലാ, നിസ്കരിക്കാൻ വാ. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ. വിളിച്ചാ വരാതിരിക്കാൻ പറ്റോ? എഴുന്നേറ്റ് വേഗം 2 റക്അത്ത് സുബഹി നിസ്കരിക്കണ്ടേ? ആ സമയം ഉറക്കിന്റെ നല്ല ഭ്രാന്ത് പിടിച്ച സമയ. നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഉറങ്ങാവും. അപ്പൊ പെണ്ണും പള്ളിയിൽ വരണം എന്നൊരു നിയമം വെച്ചാൽ സംഗതി കുടുങ്ങും. കാരണം ഒരു പെണ്ണിന് ഒരു 5 കുട്ടികളുണ്ട് നോക്കുക. ഇന്നൊരാളൊരു സുഹൃത്ത് എന്റെ കൂടെ ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ സുഹൃത്തിനോട് ആരോ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? വാപ്പാക്ക് ചോദിച്ചു. ഞങ്ങൾക്ക് 10 മക്കളാന്നാ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വാപ്പ പിതാവിന്റെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെ മകനാണ്. അപ്പൊ ഒരു വീട്ടിൽ 10 കുട്ടികളുള്ള ഒരു കുടുംബാന്ന് വെച്ചാ, മൂത്ത ആളുടെ വയസ്സിന്റെ 1 വയസ്സ് പ്രൊഡക്ഷൻ നമ്പർ 1 2 3 4 5 6 7 8 9 10 1 വയസ്സിന്റെ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. കൊല്ലം ഇങ്ങനെ പ്രൊഡക്ഷൻ കൂടി വന്നതാവാം. അപ്പോ ഒരു വയസ്സ് 3 കുട്ടിയെ അവിടെ കിടത്തി ഉറക്കിയിട്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇളയ കുട്ടി മുല കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനെ കൂട്ടി പള്ളിയിൽ പോകാന്ന് വെച്ചാ അതിന്റെ താഴെയുള്ളോ നീക്കും. അതിനെ കൂട്ടി പോകാന്ന് വെച്ചാൽ അതിന്റെ താഴെയുള്ളവനും നീക്കും. മൊത്തത്തിൽ ഒരു 5 എണ്ണത്തിന് തോളിലും 2 എണ്ണത്തിന് കയ്യിലും പിടിച്ച് പള്ളിയിലേക്ക് വരിക. ഇങ്ങനെ ഒരു 19 ആൾക്കാർ പള്ളിയിൽ വന്നാൽ പള്ളി ചിൽഡ്രൻസ് പാർക്കാവും. പണ്ട് ഈ മങ്ങാട്ടത്തിനും കുഞ്ഞായി മുസ്ലിയാരും പണ്ടൊരു കഥ ഉണ്ട്. അത് നടന്നതാണ്, സത്യാണത്. കുഞ്ഞായി മുസ്ലിയാർ വലിയ പണ്ഡിതനും രസികനുമായിരുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലമുണ്ട്, കണ്ണൂർ ജില്ലക്കാരനാണ്.
ആ കുഞ്ഞായി മുസ്ലിയാരോട് മങ്ങാട്ടച്ച എന്തും കുരുട്ടി ചോദ്യം ചോദിക്കുന്നതാ. ഒരിക്കൽ കുഞ്ഞായി മുസ്ലിയാർ ഇതുപോലെ സ്റ്റേജിന്റെ മുകളിൽ കയറി വയല് പറഞ്ഞു, നാളെ ആഖിറത്തിൽ ആരെങ്കിലും ദുനിയാവിൽ വെച്ച് വല്ല സാധനവും കട്ടാൽ, മോഷ്ടിച്ചാൽ ആ സാധനം തലയിൽ ഏറ്റിക്കൊണ്ട് അള്ളാഹു അവൻ ആഖിറത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മങ്ങാട്ടച്ചൻ വയല് കേൾക്കാൻ വന്നിരുന്നു. കുഞ്ഞായി മൊയ്ലിയാര് വയലൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മൊയ്ലിയാരെ താപ്പിൽ കിട്ടിയ അച്ഛന്, അല്ല കുഞ്ഞായി മൊയ്ലിയാർ, നിങ്ങൾ ഇന്നലെ വയലിലൊരു കാര്യം പറഞ്ഞല്ലോ, എന്തേ? ദുനിയാവിൽ വെച്ച് വല്ല സാധനവും ഒരു മനുഷ്യൻ കട്ടാല് ആഖിറത്തിൽ നാളെ വരുമ്പോ അത് തലയിലേറ്റി കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? വേണ്ടി വരും. അപ്പൊ ഒരുത്തൻ ഒരു ലോറി കട്ടൂന്ന് വെക്കുക, അവനൊരു ലോറി ഏറ്റി വരണ്ടേ? ഒരുത്തൻ ഒരു കാറ് കട്ടൂന്ന് വെക്കുക, അവനൊരു കാർ ഏറ്റി വരണം. അപ്പൊ മങ്ങാട്ടച്ചൻ പറഞ്ഞു, ഈ വേലി കെട്ടുന്ന മുള്ളു കണ്ടിട്ടില്ലേ? മുള്ളു ഇപ്പൊ മുള്ളു വേലിയൊക്കെ എടുത്തു പോയി, ഇപ്പൊ മുതല. പഴയ കാലത്ത് വേലി കെട്ടണ ഈ മുളയുടെ മുള്ളുകൊണ്ടാ വേലി കെട്ടിയില്ല. അപ്പോ മങ്ങാട്ടച്ചന്റെ ചോദ്യം ഇതാണ്, ഒരു 100 ആളുകൾ ഈ വേലി കെട്ടുന്ന മുള്ളു കട്ടുകൊണ്ടുപോയവരുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ വേലി കെട്ടുന്ന സമയത്ത് ബാക്കിയുള്ള മുള്ളു ഉടമസ്ഥന്റെ സമ്മതം ചെയ്യാതെ ഏറ്റിക്കൊണ്ടുപോയവരുണ്ടാവും. ഇപ്പൊ ഒരു കെട്ട് മുള്ളിന് 120 ഉറുപ്പ്യ മുതൽ 200 ഉറുപ്പ്യ വരെ ഇപ്പൊ വില ഉണ്ട്. അപ്പൊ ഒരു 10,000 ആൾക്കാര്, ഈ ലോകത്തിലുള്ള മൊത്തം ആളുകളില് ഒരു 10,000 ആള് നാളെ മഹ്ശറയിൽ മുള്ളും കെട്ട് ഏറ്റി വരികയെന്ന് വെക്കുക. അപ്പൊ ബാക്കിയുള്ളവർ പിന്നെ എവിടെ നിൽക്കുക? ഈ മുള്ളും കെട്ട് ഏറ്റിട്ട് 10,000 ആൾക്കാർ മഹ്ശറയിൽ വന്നാൽ ബാക്കിയുള്ളവർക്ക് നിൽക്കാൻ സ്ഥലം വേണ്ടേ? ഉടനെ മങ്ങാട്ടച്ചൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ അതിന്? കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു, വളരെ തന്ത്രപരമായി, യുക്തിപരമായി, ബുദ്ധിപരമായി തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ ആള് വലിയ ബുദ്ധിമാനായ മുസ്ലിയാരാ. അദ്ദേഹം ഹിക്മത്തിലൂടെ തന്നെ അതിന് ഉത്തരം പറഞ്ഞു. അച്ഛൻ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ലോറി കെട്ടവരും ഉണ്ടാകും ആ കൂട്ടത്തിലെന്ന്. ഒരു 10-15 ആൾക്കാർ ലോറി കെട്ടവരുണ്ടെങ്കിൽ ഒരു 10,000 മുള്ളും കെട്ടാ ലോറിയിൽ കെട്ടുകൊടുത്താൽ മതി, പ്രശ്നം തീർന്നല്ലോ. ആഖിറത്തിലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇസ്ലാം എവിടെയും ബുദ്ധിപരമായി സമർത്ഥിക്കുന്ന മതമാണ്. അതിന് യാതൊരുവിധ പഴുതുമില്ല. അള്ളാഹുവാണ് ഈ മതത്തിന്റെ രൂപകൽപ്പകൻ, അള്ളാഹുവാണ് ഈ മതത്തിന്റെ സംരക്ഷകൻ, അള്ളാഹുവാണ് ഈ മതത്തിന്റെ എല്ലാമെല്ലാം. അള്ളാഹു റബ്ബുൽ ആലമീനാണ് ഈ മതത്തിന്റെ സംരക്ഷകൻ ഇലാ യൗമുൽ ഖിയാമ വരെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പെണ്ണിനോട് പള്ളിയിൽ വരണ്ട എന്ന് പറഞ്ഞത് അള്ളാഹു ചെയ്ത ചില അനുഗ്രഹങ്ങളാണ്. പെണ്ണിനതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ മെൻസസിലുള്ള പീരീഡിന്റെ സമയത്ത് പെണ്ണ് നിസ്കരിക്കേണ്ടതില്ല. മെൻസസിന്റെ സമയത്ത് പെണ്ണ് നിസ്കരിക്കണ്ട. ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടണ്ട. പ്രസവത്തിന്റെ സമയത്ത് അവന്റെ ബ്ലീഡിങ് നിലക്കുന്നത് വരെ പെണ്ണ് നിസ്കരിക്കണ്ട. ആ നിസ്കാരം പിന്നീട് പെണ്ണ് റിട്ടേൺ ചെയ്യണ്ട, ഖളാ വീട്ടണ്ട. പുരുഷനാണെങ്കിലോ ഖളാ വീട്ടേണ്ടി വരില്ലേ? പെണ്ണിനോട് എത്ര എക്സ്ക്യൂസായി ഇസ്ലാം പറഞ്ഞത്. പെണ്ണിന് ഏറ്റവും അധികം സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അതാണ് ഞാൻ പറഞ്ഞത്, പർദ എന്ന് പറഞ്ഞ വസ്ത്രം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മതമാണ്. പെണ്ണിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പർദ കൊടുക്കപ്പെട്ടത്, അല്ലാതെ പെണ്ണിനെ അടിച്ചമർത്താൻ വേണ്ടിയല്ല. ലോകത്ത് കണ്ടോ നിങ്ങള്, പെണ്ണിന്റെ ഗർഭപാത്രം സുരക്ഷിതത്വമായത്, ആണിന്റെ ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് അല്ലാഹു തആല നേരത്തെ തന്നെ ഛേദിക്കാൻ പറഞ്ഞത്. മുസ്ലിം പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ക്യാൻസർ വന്നുകൂടാ. അതുകൊണ്ട് വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിന്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് ഛേദിക്കപ്പെട്ടതായി ഹദീസുകളിൽ വന്നിരിക്കുന്നു. അതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ പിൻപറ്റണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദീകരണം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പല കാര്യത്തിന്റെ അങ്ങനെ. ഇപ്പൊ വെക്കേഷൻ സമയം, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, തങ്ങൾ വന്നുപോയാൽ പിന്നെ നീട്ടാൻ പാടില്ല. ഇപ്പൊ വെക്കേഷൻ സമയ നമ്മുടെ കുട്ടികൾക്കൊക്കെ അല്ലെ, എല്ലാവർക്കും സ്കൂളൊക്കെ അടച്ചു. ഇപ്പൊ എന്താ പണി? ഒരു കൂട്ടർ ടൂറ് പോവുക. മദ്രസയിലൊക്കെ ഹാജർ കുറവാ. മദ്രസയിലെ ഉസ്താദുമാർ പറയാണ്, കുട്ടികളൊന്നും കിട്ടുന്നില്ല ഉസ്താദെ. ഒന്നിരിക്കൽ മൂത്താപ്പാട വീട്ടിലേക്ക് തൂറ്റി, മറ്റോ എളാപ്പാട വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ മറ്റോ ഇവിടേക്ക് പോയി, എവിടേക്ക് വീഗാലാൻഡിലേക്ക് പോയി, ഒരു കൂട്ടർ ഊട്ടിയിലേക്ക് പോയി. ടൂറല്ലേ, ആകെ ടൂറാണ്. ആയിക്കോട്ടെ. അങ്ങനെ ടൂർ നടക്കുന്നതിന്റെ ഇടയിൽ ചില വിവരമുള്ള ആൾക്കാര് മക്കളെ ഈ സമയത്ത്
അഡീഷണൽ ചില കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് കോഴ്സ് പഠിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചുകൊണ്ട് ഒരു മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ് ഒരു മാസം കൊണ്ട് 15 ദിവസം കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ കോഴ്സും പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഇന്റർനെറ്റ് ഇപ്പൊ ഒന്നുമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന 10 രൂപ 50 പൈസയുടെ മൊബൈലിൽ www എന്ന് അമർത്തി കൊടുത്താൽ ബട്ടൺ അമർത്തിയ ഇന്റർനെറ്റ് ഓണായി. ലോകം മുഴുവൻ ഒരു വിരൽ തുമ്പിൽ ഇങ്ങനെ കറക്കാം. അതാണല്ലോ ഇപ്പൊ ഈ നെറ്റ്. അതിൽ അറിയാത്ത കൊച്ചു കുട്ടികൾ പോലുമില്ല. അഥവാ വിവരം ആ വിഷയത്തിലില്ലെങ്കിൽ നമ്മളെ പോലത്തെ അർദ്ധവൃദ്ധന്മാർക്കും വൃദ്ധന്മാർക്കേ വിവരം ലൈകുള്ളൂ. ഒരു 2 വയസ്സ് ഒരു 5 വയസ്സിന് വീതമുള്ള കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്താൽ അപ്പൊ 5 മിനിറ്റ് കൊണ്ട് അത് അയച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് വിറ്റ് ചെയ്ത് തരും. ഞാൻ എന്നാൽ കണ്ണൂർ വയതിന് പോയതാ. വയതിന് പോയപ്പോ ഒരു പയ്യൻ അവിടെ ഒരു 8-9 വയസ്സായിട്ടുള്ളൂ. ഉസ്താദ് വരുന്നുണ്ട് കൊണ്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. ആ വീട്ടിലെനിക്ക് ഭക്ഷണം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ ഇവൻ പറഞ്ഞു, നിങ്ങളാണോ ഈ മുള്ളൂർക്കര ഉസ്താദ് വായെന്ന് പറയുന്ന ആളാതെ? അപ്പൊ എന്റെ കയ്യിലെ മൊബൈലൊന്നും നോക്കി, ഈ സെറ്റ് ഏതാ? ഞാൻ കൂടുതലൊന്നും നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ സീരിയൽ നമ്പറൊക്കെ അവൻ ഇങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറയണേ, എന്റെ ഉപ്പച്ചിയുടെ കയ്യില് 4 സിം കാർഡ് ഉണ്ട്, ഉസ്താദിന്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട് വെച്ചു. പൊന്നു മോനെ, പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ ഒരെണ്ണത്തിന് തന്നെ കാശ് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ഇനി 4-5 സിം കാർഡൊക്കെ വെച്ച് അതിന്റെ റെന്റും അതിന്റെ കാശൊക്കെ കൊടുക്കാൻ നമ്മുടെ ഇത്ര പൈസ ഒന്നുമില്ല. എന്റെ ഉപ്പച്ചി വല്ല പണക്കാരനായതുകൊണ്ടാവും. അതൊന്നല്ല ഉസ്താദെ, എത്ര കറക്റ്റായിട്ട് ഇവൻ പറഞ്ഞു തരുന്നത്. അതൊന്നല്ല, 4 സിം കാർഡ് ഉണ്ടായാൽ കാശ് കുറവാണ്. എന്തേ പറഞ്ഞത്? വോഡാഫോണിൽ വിളിച്ചാൽ എല്ലാം ഫ്രീ, ഐഡിയ ടു ഐഡിയ എല്ലാം ഫ്രീ, BSNL ടു BSNL ഫ്രീ, എല്ലാം ഫ്രീ. എല്ലാം കൂടി ഒരു മാസം എന്റെ ഡാഡിക്ക് ആകെ 100 രൂപ ബില്ല്, ഉസ്താദിനോ എനിക്ക് 1000 രൂപ. അപ്പൊ ആരാധട്ടോ? വളരെ വ്യക്തമായിട്ട് ഉമൂമു ഖുസൂസ് മിൻ വജിഹ് എന്ന് പറഞ്ഞ പോലെ ഇവ മന്ദിക്കും മാനിയൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതെന്ന് വിളിച്ചാൽ അതിലേക്ക് മുഴുവൻ ഫ്രീ, ഇതെന്ന് വിളിച്ചാൽ അതിലേക്ക് ബാല് ഫ്രീ. കേട്ടോ? ഇപ്പൊ നമ്മൾ മന്ദിക്കിൽ പഠിച്ച സിസ്റ്റാണ് ഇപ്പൊ ഈ മൊബൈലിൽ കൊണ്ടുവരുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞാൽ ബാല് ഫ്രീ, 2 മിനിറ്റ് കൊല്ലും ഫ്രീ. കണ്ട? ആ നിലയ്ക്ക് മൊബൈൽ എന്ന് പറയുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇവിടെ വളർന്നു വന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണെന്ന്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? റാത്തീബിന് പോണ സുന്നികൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ റാത്തീബിന് പോകാറില്ലേ? അവിടെ വെച്ച് നമ്മൾ ചെല്ലുന്ന ദിക്ർ എന്താണ്? ഹാ ഹൂ ഹി ഹയ്യ. റിഫായി റാത്തീബിൽ നമ്മൾ ചെല്ലുന്ന ദിക്റാണ് ഹാ ഹൂ ഹി ഹയ്യ. ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും നമ്മളെ കൂടുതൽ കളിയാക്കുന്നത് പറഞ്ഞ ഇത് ചെല്ലിയനാണോ 500 രൂപ കൈക്കൂലിയും കോയിറച്ചിയും നെയ്ച്ചോറും കൊടുക്കുന്നത്? അവര് പറയാൻ രാത്രി 10 മണിക്ക് കുറച്ച് മൊയ്ലിയാക്കന്മാർ ഇങ്ങോട്ട് വന്നിട്ട് കരാട്ട കുംഫു ക്ലാസ് നടത്തുന്ന പോലെ ഹാ ഹൂ ഹി ഹയ്യ പറഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ കഴിഞ്ഞു. കൊടുപ്പി 500 കൊടുത്തു. അവര് പോയി ഇറച്ചിയും പത്തിരി പോയി, നല്ല ഉഷാർ. ഈ പരിപാടി വേണമെന്നാണ് അവർ ചോദിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് അവർക്ക് അറിയാത്തത്. ഇതൊക്കെ തട്ടിപ്പാണെന്നാണ് അവരുടെ വാദം. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ അകത്തുനിന്നാണ് ഇതിന്റെ മുഴുവൻ ഉത്ഭവമെന്ന് എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സൂറത്തുൽ ബഖറയുടെ തുടക്കം എങ്ങനെയാണ്? അലിഫ് ലാം മീം. അലിഫ് ലാം മീം. അൽ ബഖറ എന്ന് പറയുന്ന സൂറത്തിന്റെ വെബ്സൈറ്റിന്റെ പാസ്വേഡാണ് അലിഫ് ലാം മീം. ഇത് സൂറത്തു മറിയമിലെത്തുമ്പോ 5 അക്ഷരമാണ്. കാഫ് ഹാ യാ ഐൻ സാദ്. ഞാൻ ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയി ഒരു കാര്യം പറയാണ്. എന്റെ പ്രസംഗം ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്കോർഡിസ്റ്റുകളുണ്ട്. ഇത് ഞാൻ മരിച്ചു പോയാലും ഒരുപക്ഷെ ഈ പ്രസംഗം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ 10-15 കൊല്ലങ്ങൾക്കപ്പുറത്ത് വരാൻ പോകുന്ന കാര്യമൊന്ന് പറയാൻ പോകുകയാണ്. മോനെ, ഇപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് www 3W അടിച്ചാൽ ഇന്റർനെറ്റ് ലഭ്യമാവുമെങ്കിൽ അടുത്ത 15 കൊല്ലം കഴിഞ്ഞാൽ 3W അടിച്ച ഇന്റർനെറ്റ് കിട്ടൂല കേട്ടോ. അടുത്ത 3 കൊല്ലം, ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ 5W അടിക്കേണ്ടി വരും. www. കാരണം സൂറത്തു മറിയമിന്റെ തലക്ക് അല്ലാഹു തആല വെച്ചു കൊടുത്തത് 5 അക്ഷരമാണ്. എന്താ കാരണം എന്നറിയോ?
പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സീരിയസ് ആയ സൂറത്ത് ഏതാണ്? സൂറത്ത് യാസീൻ അല്ല, സൂറത്തുൽ ഫലഖല്ല, സൂറത്തുൽ കാഫിറൂനയല്ല, സൂറത്തുൽ ഫാത്തിഹയല്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സീരിയസ് ആയ സൂറത്ത് സൂറത്തു മറിയമാണ്. കാരണം 2000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പേ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിന്റെ അടിഭാഗത്ത് ഒരു പിതാവിനെ കൂടാതെ, ഒരു ബീജം കൂടാതെ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിന്റെ അകത്ത് കുട്ടി ജനിച്ചുപോയി. ഖുർആൻ പറഞ്ഞില്ലേ, മറിയം ബീവി പറഞ്ഞതായിട്ട്, വലം യംസസ്നി ബശറുൻ, ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ല. ആ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചില്ല, മറിയമേ, ഒരു മനുഷ്യൻ എന്നെ തൊടാതെ, ഒരു പുരുഷൻ എന്നെ തൊടാതെ, ഒരു പുരുഷനുമായി നീ വീഴ്ച നടത്താതെ നിന്റെ ഗർഭപാത്രത്തിന്റെ അകത്തെങ്ങനെ കുട്ടിയുണ്ടായി? മറിയം പറഞ്ഞു, അത് അല്ലാഹു തന്നതാ. അന്നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു, അത് പച്ചക്കള്ളമാണ്. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാർ മതിക്ക് വീറന്ന് ചൊല്ലോവർ, പശമേറും രാവിൽ നടന്നങ്ങ് പോവുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ആ യാഥാർത്ഥ്യം തെളിയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല മറിയം ബീവിയോട് പറഞ്ഞു പോയി, മറിയമേ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതാവ് ആരാണെന്ന് നിന്നോട് ചോദിച്ചാൽ നീ അതിനൊറ്റ മറുപടിയെ പറയേണ്ടതുള്ളൂ. കുട്ടിയോട് ചോദിക്കുക, കുട്ടിയോട് ചോദിക്കുക. ആളുകൾ വന്നുകൊണ്ട് മറിയമിന്റെ കുട്ടിയോട് ചോദിച്ചു, കുട്ടി, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ പിതാവാരാ? ലോകത്താദ്യമായി മറിയം ബീവിയുടെ വയറ്റിൽ നിന്ന് വിളിക്കുത്തരം വന്നുപോയി, ജനങ്ങളെ, എന്റെ ഉമ്മാനെ നിങ്ങൾ വ്യഭിചാരിണിയാക്കണ്ട, തേപിടിശിയാക്കണ്ട. ഞാൻ വാപ്പയില്ലാതെ ജനിക്കുന്ന ഈസാ നബിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ കണ്ടോ, ഈസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടായത് എങ്ങനെയാണ്? മറിയം ബീവിയുടെ വയറ്റിൽ ഈസാ നബി കടന്നത് എങ്ങനെയാണ്? ഇസ്ലാം പറഞ്ഞതിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് മറിയമിന്റെ ഗർഭപാത്രത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഊത്ത് വെച്ചു കൊടുത്തു. ആ ഒരു എയറിന്റെ ഫലമായി മറിയമിന്റെ വയറ്റിൽ കിടുകിട എന്നൊരു ചലനമുണ്ടായി. ആ ചലനത്തിന്റെ നിമിത്തമായി കൊണ്ട് ഈസാ നബി മറിയമിന്റെ വയറ്റിലുണ്ടായി. അല്ലാതെ മറിയമിനെ ഒരാൾ വീഴ്ച നടത്തിയിട്ടില്ല, മറിയം ഒരാണുമായി ബന്ധപ്പെട്ടിട്ടില്ല, മറിയമിന്റെ കന്യകാത്വം ഛേദിക്കപ്പെട്ടിട്ടില്ല, മറിയമിന്റെ വയറ്റിൽ ബീജം കടന്നിട്ടില്ല. എങ്ങനെ കുട്ടി ഉണ്ടാവും? ഇപ്പൊ 2011. അപ്പൊ ഈ പരതക്കാട്ടിൽ ഇങ്ങോട്ട് നോക്കുമോനെ, ഇത് ടെക്നോളജിയുടെ ഉത്തുംഗ ശൃംഖലയിൽ നിൽക്കുന്ന കാല. ഒരു പെണ്ണിവിടെ വന്നിട്ട് പറയാണ് അവളെ വയറിങ്ങനെ കുറിച്ചിരിക്കുന്നു. രജിസ്റ്റേർഡ് മാരേജ് ആക്ട് പ്രകാരം അവള് കല്യാണം കഴിച്ചിട്ടില്ല, ജമാഅത്ത് കമ്മിറ്റി കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, നാട്ടിൽ ആരും അവള് കല്യാണം കഴിച്ചത് അറിഞ്ഞിട്ടില്ല. അവളുടെ വയറിങ്ങനെ കുറിച്ചിട്ടുണ്ട്. അവ പള്ളി കമ്മിറ്റി ചോദിച്ചോടി, പെണ്ണെ, ആരാണടി ഗർഭത്തിന്റെ ഉത്തരവാദിത്തം? അവള് പറഞ്ഞു, ഇത് വെറുതെ ഉണ്ടായതാണ്. നമ്മളെന്താ ചെയ്യാ? പേരടിക്കൊന്നാണ്ട് കൊടുക്കും. സത്യം പറയടി, ആരാതിന്റെ ഉത്തരവാദിത്തം? നമ്മൾ പറയും. ആ സമയത്ത് അവള് പറയുന്നത് വെറുതെ ഉണ്ടായതാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ആരുമായി ബന്ധം നടത്തിയിട്ടാണ് കുട്ടിയുണ്ടായത്. ഒന്നിരിക്കൽ ലൈംഗിക വീഴ്ച നടത്തണം, അല്ലെങ്കിൽ പുരുഷന്റെ ബീജം സിറിഞ്ചിലെടുത്തുകൊണ്ട് ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റണം. അതാണ് ടെസ്റ്റ് ട്യൂബ് ശിശു. അതാണിപ്പോ ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഗർഭപാത്രം വാടകയ്ക്ക്. ഞായറാഴ്ച ദിവസത്തെ മലയാള മനോരമ പത്രം നോക്ക്, ഞായറാഴ്ച ദിവസത്തെ മാതൃഭൂമി പത്രം നോക്ക്, ക്ലാസിഫൈഡ് പങ്ക്തി. ഗർഭപാത്രം വാടകയ്ക്ക് എന്ന് പറഞ്ഞാല് എല്ലാം കച്ചവട, വമ്പിച്ച കച്ചവട. ഗർഭപാത്രം വാടക കൊടുക്കുന്ന കൂട്ടര് എന്താ? അന്യപുരുഷന്റെ ബീജം സിറിഞ്ചിൽ കൊണ്ടുവന്ന് ഗർഭപാത്രത്തിന് കുത്തിക്കയറ്റും. 9 മാസവും 10 ദിവസമായ ലേബർ റൂമിൽ പോയി പ്രസവിച്ച് അങ്ങോട്ട് കൊടുക്കും. പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ ജീൻസ് പാന്റും ടീഷർട്ടും തള്ളിക്കയറ്റും.
എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ 50,000 റുപ്യ മേടിച്ച് പോക്കറ്റിൽ പോരും. എറണാകുളത്തും മെട്രോ സിറ്റിയായ കൊച്ചിയിലും കോഴിക്കോട്ടങ്ങാടിയിലും ഇത് നിത്യമായ കാഴ്ചയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇതിനുവേണ്ടി കൂട്ടിനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മലയാള മനോരമയില്, മാതൃഭൂമിയില് ഗർഭപാത്രം വാടകയ്ക്ക് പ്രസവിച്ചു കൊടുക്കുന്നു. കച്ചവടം. ഇപ്പൊ പ്രസവ കച്ചവടം നടന്നാലും കായുണ്ടാക്കാം. എല്ലാം റിയൽ എസ്റ്റേറ്റ് ആണല്ലോ. ഇപ്പോ എല്ലാം ബിസിനസ്സാണ്. അത്രയധികം നമ്മൾ പുരോഗമിച്ചു പോയി. പക്ഷേ ആ കാലഘട്ടത്തില് 2011 ഒരു പെണ്ണ് നമ്മുടെ പരതക്കാട് വന്നിട്ട് പറയാണ്, എന്റെ ഗർഭത്തിന്റെ ഉത്തരവാദി ആളുമല്ല, ഇത് വെറുതെ ഉണ്ടായതാന്ന് പറഞ്ഞാൽ 2011 നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല. നമ്മൾ പറയും വെറുതെ ഉണ്ടാവൂല. 2000 കൊല്ലം പിന്നോട്ട് ചിന്തിക്കുമ്പോ മറിയം ബീവിയുടെ വയറിഞ്ഞു വീർത്തു വന്നപ്പോ മറിയം ബീവി പേടിച്ചു പറച്ചുപോയി. എന്റെ വയറ്റിൽ കുട്ടി വളരെയാണ്. ആ ജനങ്ങൾ പറഞ്ഞു, മറിയമേ, നിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയുടെ തന്ത ആരാണ് പറയണം. ബഹുമാനപ്പെട്ട മറിയം ബീവി പറഞ്ഞു, എന്റെ കുട്ടിക്ക് വാപ്പല്ല, പടച്ചോൻ തന്നതാണ്. ജനങ്ങൾ പറഞ്ഞു, വെക്കവിടെ, വെറുതെ പടച്ചോനെന്നങ്ങ് തരല്ലേ, ഏതെങ്കിലും ഒരുത്തിനായിട്ട് നീ അവിഹിത പേച്ച നടത്തിയിട്ടുണ്ടാകും. മറിയം ബീവി പറഞ്ഞു, വലം യംസസ്നി ബശറുൻ, ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ല, എന്നെ സംസ്കർക്ക ബന്ധം നടത്തിയിട്ടില്ല, എന്നിലേക്ക് ബീജം കടന്നിട്ടില്ല, ഞാൻ കന്യകാത്വം നഷ്ടപ്പെടാത്ത പെണ്ണെന്നെയാണ്. പക്ഷേ ആ ജനങ്ങളത് വിശ്വസിക്കാതെ വന്നപ്പോഴാണ് ലോകത്താദ്യമായി കൊണ്ട് ഗർഭപാത്രത്തിന്റെ അകത്തുനിന്നൊരു കുട്ടിനെ കൊണ്ടല്ലാഹു സംസാരിപ്പിച്ചത് ഈസാ നബിനെ കൊണ്ടാണെന്ന് ഖാല റസൂലുള്ളാഹി. ക്രിസ്ത്യാനികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അവിടെ. നമ്മളും ക്രിസ്ത്യൻ വ്യത്യാസം തമ്മിലുള്ള കുട്ടികൾക്ക് വാപ്പുണ്ട്. ഇവിടെ നോക്കണം, നല്ലോണം ശ്രദ്ധിച്ചോളണം. മറിയമിന്റെ വയറ്റിൽ വളർന്ന കുട്ടിക്ക് പിതാവുണ്ട്. ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? ആ കുട്ടിയുടെ പിതാവാരാ? അള്ളയാണ്. അള്ള മറിയം ബീവിക്ക് കൊടുത്ത ഡൊണേറ്റഡ് ആണ് ഈസാ നബി. അള്ള ഉണ്ടാക്കിയ കുട്ടിയാണ്, അള്ളാടെ കുട്ടിയാ. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. കണ്ടോ, 3 ആളാണ് ദൈവം: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഖുർആൻ പറഞ്ഞു, നോ, പച്ച കള്ളാണത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് കലിമത്തു തൗഹീദ്. ഖുർആൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹുസ് സമദ്, അവൻ സ്വയാശ്രിതനാണ്, പരാശ്രിതനല്ല. ലം യലിദ് വലം യൂലദ്, അവനെ ഒരാൾ പ്രസവിച്ചതല്ല, അവനേറ്റവും മക്കളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യതയുള്ള ഒന്നുമില്ല. അതാണ് അല്ലാഹ്. ഇതിനെ ഇത്ര വിശദീകരിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. പക്ഷേ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ പറഞ്ഞു, മറിയമിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ തന്ത അല്ലാഹുവാണ്, പിതാവാണ്, കർത്താവാണ്. പക്ഷേ ഖുർആൻ വളരെ ഖണ്ഡിതമായി അതിനെ എതിർത്തുകൊണ്ട് ആയത്തിറക്കിപ്പോയി, സൂറത്ത് തന്നെ ഇറക്കപ്പെട്ടു പോയി. എന്നാ നിങ്ങൾ കേട്ടോളൂ, 2011 കണ്ടുപിടിച്ചു പോയി. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഇരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് പരതക്കാട് ഇവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു ബീജം കടത്തി വിടാനുള്ള കഴിവുണ്ട്. ആ പെണ്ണുമായി ബന്ധപ്പെടണ്ട, അവളുടെ ഗർഭപാത്രം തുറക്കണ്ട, അവളുടെ കന്യകാത്വം ഛേദിക്കണ്ട, അവൾക്ക് സിറിഞ്ചിലൂടെ കുത്തിവെക്കണ്ട. അമേരിക്കയിലിരിക്കുന്ന ഡോക്ടറുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിന്റെ ആ ഡെസ്ക്ടോപ്പിലുള്ള ബട്ടൺ അമർത്തിയാൽ ഇവരുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിക്കൊണ്ട് പ്രകാശത്തിന്റെ രശ്മികളെ കൊണ്ടുവന്നിട്ട് ഗർഭമുണ്ടാക്കാമല്ലോ. അവിടെയാണ് നമ്മുടെ വിശ്വാസം ശരിയാകുന്നത്. മറിയം ബീവിയുടെ ഗർഭപാത്രം കൊള്ള നോക്കിയിട്ട് മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കൊരു ഊത്തങ്ങി വെച്ചു കൊടുത്തപ്പോ ആ ഊത്തിന്റെ ഫലമായിക്കൊണ്ട് മറിയമിന്റെ ഗർഭപാത്രം അങ്ങ് കിടുകിടാ വിറച്ചു. മറിയം ഒരു കുട്ടിയുണ്ടായി, ഗർഭമുണ്ടായി. നിമിത്തം ജിബ്രീലിന്റെ ഊത്താണ്. ഊത്തോണ്ട് കുട്ടിണ്ടാക മുസ്ലിയാരെ എന്ന് ചോദിച്ചവരോട് 2011 മറുപടി പറയേണ്ടത്. അമേരിക്കയിലിരിക്കുന്ന ഡോക്ടർക്ക് പരതക്കാടിരിക്കുന്ന പെണ്ണിന്റെ ഗർഭപാത്രത്തില് അന്തരീക്ഷത്തിലൂടെ കുട്ടിയെ കൊടുക്കാനുള്ള സംവിധാനം ആധുനിക ബയോളജി കണ്ടുപിടിച്ചെങ്കിൽ ഇസ്ലാം വിജയിക്കുന്നു, ലോകം ഇസ്ലാമിലേക്ക് വരുന്നു.
മതമാണ്, ദൈവത്തിന്റെ മതമാണ്, അള്ളാഹുവിന്റെ മതമാണ്. ലോകാവസാനം വരെ ഒരു മാറ്റിത്തിരുത്തലില്ലാതെ നിലനിൽക്കുന്ന മതമാണ്. എല്ലാ വിദ്യാഭ്യാസവും ഇസ്ലാമിന്റെ വിദ്യാഭ്യാസമാണ്. ലോകത്തുള്ള സർവ്വ കണ്ടുപിടുത്തങ്ങളുടെയും എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനം ഇസ്ലാം മതമാണ്. ലോകത്തെ ആദ്യത്തെ ഡോക്ടർ മുസ്ലിമായിരുന്നു. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ മുസ്ലിമായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് മുസ്ലിമായിരുന്നു. പറഞ്ഞല്ലോ, ഈ മൊബൈൽ ഇപ്പൊ ആരാ കണ്ടുപിടിച്ചത് മോനെ? ആരാ കണ്ടുപിടിച്ചത്? എന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. നോക്കിയയുടെ ഇരിക്കുന്നവനുണ്ടാവും, സാംസങ്ങിന്റെ ഇരിക്കുന്നവനുണ്ടാവും, BPLന്റെ ഇരിക്കുന്നവനുണ്ടാവും, സോണി എറിക്സന്റെ ഇരിക്കുന്നവനുണ്ടാവും. കമ്പനി പലതും ഉണ്ടാവും. പക്ഷെ സാധനം ഒന്നാ, മൊബൈൽ, സാറ്റലൈറ്റ് ഫോൺ. എവിടേക്കാ ഇതിന്ന് കണക്ഷൻ വരുന്നത്? ഇതിലേക്ക് കണക്ഷൻ വരുന്നത് എവിടുന്നാന്നറിയോ? നമ്മളിപ്പോ PSRV V2, 3, 4, 5 ഒക്കെ ആകാശത്തേക്ക് തൊടുത്തു വിട്ടിട്ടുണ്ട്. ശൂന്യാകാശത്ത് മുഴുവൻ ഓരോരോ യന്ത്രങ്ങൾ ഇരുന്നിങ്ങനെ കറങ്ങുക. ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിലേക്ക് ഇനി പോകാൻ പറ്റില്ല, മുഴുവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞേക്കണ ഗുണ്ടുകളുണ്ടല്ലോ, ഗുണ്ടുകള് അത് അവിടെ ഇരിക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. ഭൂമിയുടെ ആകർഷണ ശക്തിയുടെ മുകളിൽ പോയാലാണ് ശൂന്യാകാശ ഉദ്ദേശം. 50,000 കിലോമീറ്റർ മേപ്പെട്ട് പോയാൽ പിന്നെ വായു കീപ്പെട്ട് വലിക്കില്ല. 50,000 കിലോമീറ്റർ മേപ്പെട്ട് പോയാൽ അവിടെ അങ്ങനെ നിൽക്കാം. നമുക്ക് അങ്ങനെ നിന്നാ അങ്ങനെ തന്നെ നിന്നോളും, ചത്താലും അങ്ങനെ തന്നെ നിന്നോളും, മരിച്ചാലും അങ്ങനെ. പിന്നെ ഇങ്ങോട്ട് കീപ്പെട്ട് അറക്കണമെങ്കിൽ വേറെ വല്ല യന്ത്രം വേണ്ടി വരും. കാരണം ഭൂമിയുടെ ആകർഷണ ശക്തി അവിടെ വെച്ച് അവസാനിച്ചു. അവിടെ ശൂന്യാകാശം. അവിടെ കൊണ്ടുപോയിട്ടാണ് മൊബൈലിന്റെ ടവറുകളും സാറ്റലൈറ്റുകളും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടുന്നാണ് സിഗ്നലുകൾ വന്നുകൊണ്ട് നമുക്ക് ഈ മൊബൈൽ പ്രവർത്തിക്കുന്നത്. ആ സിഗ്നൽ കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ TV സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സിഗ്നൽ കൊണ്ടാണ് മറ്റുള്ള റഡാറുകൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അതറിയാത്ത കൊച്ചു കുട്ടികൾ പോലും ഉണ്ടാവില്ല. പക്ഷേ ലോകത്താദ്യമായി റഡാറില്ലാതെ, ലോകത്താദ്യമായി കൊണ്ട് വയർലെസ് ഇല്ലാതെ, ലോകത്താദ്യമായി കൊണ്ട് കമ്പിയില്ലാതെ, ലോകത്താദ്യമായി കൊണ്ട് വയറില്ലാതെ, ലോകത്താദ്യമായി കൊണ്ട് ഹാൻഡ്സെറ്റ് ഇല്ലാതെ മൊബൈൽ ഉപയോഗിച്ച വ്യക്തി മുസ്ലിമാണ്, പ്രവാചകനാണ്, ഖുർആനിൽ പേര് പറയപ്പെട്ട ആളാണ്. പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ. എന്താ മുണ്ടാതിരിക്കുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അത്രയെങ്കിലും പറയണം. വേറൊന്നും ഇപ്പൊ സുലൈമാൻ നബിക്ക് നമ്മൾ കൊടുക്കണ്ട. അലൈഹിസ്സലാം എന്ന് സുലൈമാൻ നബിക്കല്ല കൊടുക്കണത്, ചെറുത് കൊടുത്ത് വലുത് വാങ്ങുക. അലൈഹിസ്സലാം എന്ന് പറയുമ്പോ സുലൈമാൻ നബിക്ക് അല്ലാഹു രക്ഷ ചെയ്യട്ടെ എന്ന് പറയുമ്പോ രക്ഷ നമുക്കാ കിട്ടണേ. അതാണ് പറഞ്ഞത്, ചെറുത് കൊടുത്ത് വലുത് വാങ്ങാൻ. കേട്ടോ മോനെ? ആ സുലൈമാൻ നബിയാണ് ലോകത്ത് ആദ്യമായി മൊബൈൽ ഉപയോഗിച്ചത്. ഉറങ്ങുന്നവനെന്ന് വിളിച്ചാൽ മൂപ്പരിഞ്ഞ് നാളെ വാതിൽ ചോദിക്കും, ആരാ മൊബൈൽ ഉപയോഗിച്ചത് മോനെ എന്ന് ചോദിച്ചാറ്. ഞാൻ ആ സമയത്ത് ഉറങ്ങിയായിരുന്നു. ഇപ്പൊ ഇടയ്ക്കൊരു സൂക്കടുണ്ട്. ഈ പള്ളിയിലെ മദ്രസയിലെ ഇടക്കിടക്ക് ഈ കിസ് മത്സരം നടക്കുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ ഈ മാസത്തിൽ ഇന്നൊരു 5-8 ആളായി വിളിക്കണം. ഒരു സംശയമല്ല, ഒരു സംശയം ഉണ്ടോണ്ടാ വിളിക്കാം. നമ്മൾ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയത്താവും ഒരു സംശയം, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാലോ, വിവരമുണ്ട് പറഞ്ഞു കൊടുക്കാലോ. അപ്പൊ ഒരു 52 ചോദ്യം. തരികട മനസ്സിലായി. ഇങ്ങനെ വെച്ചാ പിന്നെ കിസിന്റെ ആവശ്യമില്ലല്ലോ. ഒരു മൊയിലിയർക്ക് വിളിച്ചിട്ട് എല്ലാം എഴുതി കൊടുത്ത് അവിടെ കൊണ്ടേ കൊടുക്കുക, സമ്മാനം ഫസ്റ്റ് എനിക്ക്. അത് കണ്ടുപിടിക്കണം നമ്മള്. ഇതുപോലത്തെ വായനകൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കണം നമ്മള്. പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് സമാഹരിക്കണം നമ്മള്. ഉലമായിനോട് സംവാദം ചെയ്തുകൊണ്ട് ഉത്തരങ്ങൾ കണ്ടെടുക്കണം നമ്മള്. ലോകത്താദ്യമായി കൊണ്ട് മൊബൈൽ ഉപയോഗിച്ചത് ആരാമോനെ? സുലൈമാൻ നബി അലൈഹിസ്സലാം. എത്ര കൊല്ലം മുമ്പേ? 4500 കൊല്ലം മുമ്പേ. 4500 കൊല്ലായി സുലൈമാൻ നബി വഫാത്തായിട്ട്. 4500 കൊല്ലം മുമ്പേ സുലൈമാൻ നബി ഉപയോഗിച്ച സാധനാണ് ഈ മൊബൈല്. അതിപ്പോ അമേരിക്കയും ഫിൻലൻഡും ഇംഗ്ലണ്ടും ബംഗ്ലാദേശും ചൈനയും കൊറിയയും കിറിയും എല്ലാരും കൂടിയിട്ട് ഈ കോലത്തിലാക്കി. ഇപ്പൊ ഞാൻ ഇന്നാള് തൃശ്ശൂർ ടൗണിലൂടെ അങ്ങനെ പോവുക. അപ്പൊ എന്റെ മുന്നിൽ ഒരുത്തം പോകുന്നുണ്ട്. അവനിപ്പോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഫാഷൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം വയലാ എന്നെ പറയണം മോനെ. ഇവിടെ മൊയ്ലിയന്മാരാണ് മുന്നിലിരിക്കുന്നത്. ഒരു പേന്റ് ഇട്ടോനോടൊന്ന് നീച്ചിക്കാൻ പറഞ്ഞാലാണ് ഫാഷന്റെ വീട് അറിയാം. ഈ ഭരതക്കാടും വ്യത്യാസമൊന്നുമല്ല. എന്റെ നാടായ മുള്ളൂർക്കരയിലും ഭരതക്കാടും ഒക്കെ അങ്ങനെ തന്നെ. ഒട്ടുമിക്ക 99% കുട്ടികളുടെ പാൻറ്റും ഈ ബാക്കിൽ 2 മാംസപ്പിണ്ടുണ്ടല്ലോ, അല്യത്തൈനി എന്നാണ് അറബിയിൽ ഇതിന് പറയാ. ഞാൻ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നത് കുറച്ച് മോശമാകുന്നു വെച്ചിട്ട് അങ്ങനെ പറയുന്നത്. അതിന്റെ ചോട്ടിലാക്കുക. പിന്നെ പടച്ചോന്റെ തോഫീക്ക് കൊണ്ട് മുന്നിൽ ഈ തടസ്സമില്ലെങ്കിൽ ഈ സാധനം ഉരിച്ചാടും.
99% ഈ പെയിന്റ് ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ഒരു നടത്തം, ഈ ആന നടക്കണ നടത്തം പോലെ 1 2 3 വെച്ചിട്ട്. എന്ത് സ്റ്റൈലാ മോനെ ഈ സ്റ്റൈല്! നിങ്ങൾ ബറക് ഒബാമ ഹുസൈൻ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോ ധരിച്ച പാന്റ് കണ്ടോ? നിങ്ങള് ഈ ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡോ പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റ്, ഏറ്റവും വലിയ ഫാഷൻ ധരിക്കേണ്ട പ്രസിഡന്റ്, അയാൾ ധരിച്ച പാന്റ് എരിയാണിയുടെ മുകളിലുള്ള പാന്റാ. കണ്ടങ്ങള് അയാള് അല്യത്തൈനയുടെ ചോട്ടില് ഫ്രണ്ട് വ്യൂ ഊരിച്ചാടുന്ന പാന്റ് അല്ല ധരിച്ചത്. നമ്മുടെ സമുദായമാണ് ഇതിൽ ഏറ്റവും അധികം പിന്നിൽ നിൽക്കുന്നത്. ഈ പാന്റ് ഇട്ട് നിസ്കരിച്ച നിസ്കാരം സഹീഹാണോ നിങ്ങൾ ഉലമാഇനോട് ചോദിക്കുക. മാബൈന സുറത്തി വർ റുക്ബത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പണ്ട് മുജാഹിദിന്റെ മൗലവി പറഞ്ഞതല്ല. മുജാഹിദിന്റെ മൗലവിയോട് അൽമനാറിൽ ചോദിച്ചു, മാബൈന സുറത്തി വർ റുക്ബത്തി എന്ന് പറഞ്ഞാൽ മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഒന്ന് മറക്കാണല്ലോ അർത്ഥം. അപ്പോൾ ഒരു ഷെഡിയിട്ട് നിസ്കരിച്ചാൽ ശരിയാകുമോ ചോദിച്ചു. അപ്പോ മൗലവിയുടെ മറുപടി, ഷെഡിയിട്ടാലും ശരിയാകുന്നതാണ്, രണ്ടെണ്ണത്തിനെ പറ്റി എന്താന്നാ. മാബൈന സുറത്തി വർ റുക്ബത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് മറക്കാന്നല്ല, ഇൻക്ലൂഡിങ് പൊക്കള്, ഇൻക്ലൂഡിങ് മുട്ടുകാല് അടക്കമുള്ളതാണ് ഔറത്ത്. അത് മുഴുവൻ മറക്കണം. ഈ കീപ്പട്ട് പെയിന്റിട്ട് കൊണ്ട് അല്ലാഹു അക്ബർ ചൊല്ലി ജുമാക്ക് എന്നിട്ട് എത്ര ആളാ നിസ്കരിക്കണമെന്ന് അറിയോ? ഫഖദ് ബത്തല ബുത്തില, നിസ്കാരം ബാത്തില പോലെ. വെറുതെ എന്തിനാ ഈ യോഗാസനം ചെയ്യണ്? നിസ്കരിക്കണം നിനക്ക് എക്സസൈസിന് വേണ്ടിയല്ല. ഒരാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ റമദാൻ മാസത്തില്, ഇത്ര എഫക്റ്റഡ് ആണ് തറാവീ നിസ്കാരം എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് വെച്ചു, 20 റക്അത്ത് നിസ്കരിച്ചതോടുകൂടെ എന്റെ ഊരവേദന മാറി. ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് ഞാൻ നിസ്കരിക്കാൻ പോകണ്ടു. അപ്പൊ മൂപ്പരുടെ നിയ്യത്ത് ഊരവേദന മാറില്ല. അള്ളാഹു നാളെ മഹ്ശറയിൽ ചെന്നാ ചോദിക്കും, എന്തായിരുന്നു ഉദ്ദേശം? ഊരവേദന മാറലല്ലേ, അത് കിട്ടിയില്ലേ? അങ്ങോട്ട് മാറി. അതുകൊണ്ട് ആ ഇടപാടുമായിട്ട് പോകണ്ട. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഷനൊക്കെ നമുക്ക് വേണം. ലോകത്തെ ഏറ്റവും അധികം ഫാഷൻ ഉപയോഗിച്ച മതപ്പോ കുട്ടികളെ മുടി കണ്ടില്ലേ? ചെറുപ്പക്കാരന്റെ മുടി ഇവിടം വരെ എത്തിയാണ്. എന്നിട്ടൊരു കുടച്ചിലടക്ക്, അബൂജാഹിലിന്റെ കുടച്ചിൽ പോലെ. എന്തോ ഒരു ഫാഷനായത്! ആര് പഠിപ്പിച്ചതായത്? ചില ഭാഗത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഫാൻസുകളുള്ള രാജ്യം. ഞങ്ങൾ മമ്മൂട്ടിയുടെ ആരാധകന്മാർ, ഞങ്ങൾ മോഹൻലാലിന്റെ ആരാധകന്മാർ. ഫുട്ബോൾ കളികൾ നടക്കുന്ന സമയത്ത് അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും പടം വെച്ചുകൊണ്ട് അവര് മൊട്ട പഠിച്ചതുപോലെ മൊട്ട പഠിച്ചിട്ട് ഞങ്ങൾ ഇവരുടെ ആരാധകന്മാരാണെന്ന് മസിൽ പവറും മേൻ പവറും എഴുതി വെച്ചു പോയ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തിമാരാണെന്ന് ഈ പരതക്കാടും കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും മലപ്പുറത്തും ബോർഡ് എഴുതി വെക്കുന്നതിൽ നിങ്ങൾ അഭിമാനം എന്ന് കാണുന്നുവോ, അക്കാലം വരെ നമ്മളാരും പരിപൂർണ മുസ്ലിമായിട്ടില്ല കേട്ടോ. നമ്മൾ മമ്മൂട്ടിയുടെ ആരാധകന്മാരല്ല വേണ്ടത്. അൽ മർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ ആരെ പ്രിയം വെച്ച അവന്റെ കൂടെ. അപ്പൊ മമ്മൂട്ടി എവിടെ നാളെ ആഖിറത്തിൽ വെച്ച് അവിടെ കണ്ടുവരും. എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാഹു റസൂലു ആലം. നിങ്ങൾ ആലോചിച്ചിട്ട് കിട്ടുക. മറ്റോ എവിടെ വെച്ചാൽ അവിടെ കണ്ടുവരും. നിങ്ങൾ ഈ മൊട്ടടിച്ചു പോയ സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കർ ആവില്ല അവിടെ സെഞ്ചുറി നേടുക. അവന്റെ ആരാധകൻ എഴുതി വെച്ചിരിക്കുക, ആരാധകൻ. ഞാൻ നാളെ കാഞ്ഞങ്ങാട് പോയപ്പോ ഒരു ബോർഡ് കണ്ടു. ഒക്കെ കാക്കാര്, അഫ്സല്, മുഹമ്മദ്, ഫൈസല്, മമ്മദ്, കമ്മദ്, അബ്ദുള്ളച്ച, പോക്കരിച്ച, ആ ഇച്ച ഈ ഇച്ച എന്നാ ബോർഡ്. എന്നിട്ട് കൊടുത്തിരിക്കുന്ന ആരാധകന്മാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ കലിമത്ത് തൗഹീദിന്റെ അർത്ഥത്തിന്റെ നഗ്നമായ ലംഘനമാണത്. ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാണ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന എന്ന പദം അല്ലാഹുവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. വേറെ ഒരാൾക്കും ആ പദം ഉപയോഗിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ദീന് ഏറ്റവും വലിയ പുരോഗമനത്തിന്റെ മതമാണ്. ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച സമയത്ത് അതിന്റെ വെബ്സൈറ്റ് ഓണാകണമെങ്കിൽ പാസ്വേഡ് വേണ്ടേ? ആ പാസ്വേഡ് പോലും പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ. 4500 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന് യാ അയ്യുഹൻ നംലു ദഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ എന്ന ആയത്തൊന്ന് പരിശോധിച്ചു നോക്ക്. 4500 കൊല്ലങ്ങൾക്ക് മുമ്പ് മൈലുകൾക്കപ്പുറത്ത് നടന്നു പോകുന്ന ഉറുമ്പ് സംസാരിച്ചത്
കിലോമീറ്ററുകൾക്കപ്പുറത്ത് സഞ്ചരിക്കുന്ന സുലൈമാൻ നബി കേട്ടു, തന്റെ കാതുകൊണ്ട് കേട്ടു, മൊബൈലില്ലാതെ കേട്ടു, മെമ്മറി കാർഡ് ഇല്ലാതെ കേട്ടു, ബ്ലൂടൂത്ത് വഴിയല്ലാതെ കേട്ടു, സുലൈമാൻ നബിയുടെ കർണപടം കൊണ്ട് കേട്ടില്ലേ. ഖുർആൻ പറഞ്ഞില്ല ഫതബസ്സമ, അത് കേട്ട സുലൈമാൻ നബി അങ്ങ് പുഞ്ചിരിച്ചില്ലേ. അപ്പൊ സുലൈമാൻ നബിക്ക് ഉറുമ്പിന്റെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹു. അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ പക്ഷികളുടെ ഉറുമ്പിന്റെ ഒക്കെ ഭാഷ പഠിക്കുന്ന കാലം വരാൻ പോകുകയാണ്. അതൊക്കെ ഖുർആനാണ് ലോകത്ത് ആദ്യമായി കൊണ്ട് പറയുന്നത്. അതിനാ നമ്മളിവിടെ റിസർച്ച് വേണമെന്ന് പറഞ്ഞത്. ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട നൂറുൽ ഹുദയുടെ അങ്കണത്തിൽ നിങ്ങൾ ഉണ്ടാക്കണം. പരിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം. ഒരു ഖുർആൻ റിസർച്ച് സെന്റർ ഇവിടെ സ്ഥാപിക്കണം. അങ്ങനെ കേരളത്തിൽ ആദ്യമായി കൊണ്ട് കല്ലൂർ ഉസ്താദിന്റെ മർഹൂം കല്ലൂർ ഉസ്താദിന്റെ നാമധേയത്തിൽ ഈ പരതക്കാട് ഒരു ഖുർആൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവട്ടെ. എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ പൊന്തി വരട്ടെ. എല്ലാ കിതാബുകളും ഇവിടുന്ന് റെഫറൻസ് ചെയ്യാനുള്ള, മുതാലഅത്ത് ചെയ്യാനുള്ള സംവിധാനം, ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥാലയം ഇവിടെയുണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം. ഈ സമയത്ത് നാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമത്തിന് ഫലഹു അജ്റു മിയത്തി ഷഹീദ്, 100 ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം വളരെ മോശമായ കാലഘട്ടമാണ്. എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ആലിമീങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകുന്നു, സാധാരണക്കാർ പരസ്പരം തല്ലുകൂടുന്നു, ലോക മുസ്ലിം രാജ്യങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പെടുന്നു, പള്ളികളിൽ തർക്കം പൊന്തി വരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, 15 അടയാളം നിങ്ങളുടെ കണ്ണി കണ്ടാൽ ഖിയാമത്തിന് കൈകൊണ്ട് ദിവസം എണ്ണിയിരിക്കണം. ഇത് പൊതു ഖജനാവ് കട്ടുമുടിക്കലാണ് ഒന്നാമത്തെ ലക്ഷണം. 1,60,000 കോടി കട്ടവൻ, 2 ലക്ഷം കോടി കട്ടവൻ. പത്രമെടുത്ത് വായിക്കുമ്പോ കാണുന്ന കഥയതാണ്. 1000 കോടി കക്കുന്നവൻ, 10,000 കോടി കക്കുന്നവൻ, 1 ലക്ഷം കോടി കക്കുന്നവൻ. റസൂലുള്ള പറഞ്ഞു അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. അമാനത്തു മഗനമാ, ലോകത്ത് ഒരാളെയും ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വയ്യാത്ത കാലം വരും. കണ്ണൂർ ജില്ലയിലെ ഇരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തം മകൾക്ക് ഗർഭമുണ്ടാക്കിയത് അച്ഛനാണ്. 6 മാസത്തെ കഠിന തടവിന് ഇരട്ടി കോടതി അച്ഛനെ ശിക്ഷിച്ചു പോയി. അത്രയധികം വിശ്വസിക്കാൻ വയ്യാത്ത കാലമാണ്. വസ്സകാത്തു മഗ്റമാ, മുതലാളിമാര് സക്കാത്ത് കൊടുക്കാതെ പാവങ്ങളുടെ ഹക്കെടുത്ത് പുട്ടടിക്കുന്ന കാലം വരും. എക്സ്പ്ലാനേഷൻ വേണ്ട, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്നതാണതൊക്കെ. പിന്നെ റസൂലുള്ള പറഞ്ഞു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാതെ ഇൽമു പറയുന്ന കാലം വരും. ഒരു മുസ്ലിയാരെ തകർക്കാൻ മറ്റേ മുസ്ലിയാർ ഇറങ്ങുക, ഒരു തങ്ങൾക്കെതിരെ മറ്റേ തങ്ങൾ ഇറങ്ങുക, ഒരു കോളേജിനെതിരെ മറ്റേ കോളേജ് ഇറങ്ങുക. ആ ഇടപാട് മുസ്ലിം സമുദായത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഉമ്മാനെ തരം താഴ്ത്തും, വാദിനാ സദീഖഹു, ചങ്ങാതിമാർക്ക് വലിയ പരിഗണന കൊടുക്കുന്നതാ. ഭാര്യമാരെ ഭയപ്പെട്ടുകൊണ്ട് ഭർത്താക്കന്മാര് കഴിയേണ്ട കാലം വരും. ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഉദാഹരണത്തിലേക്ക് കടക്കാൻ സമയത്തിന്റെ കുറവ് കൊണ്ടാ കടക്കാത്തത്. പിന്നീട് റസൂലുള്ള പറയാണ് മസാജിദ്, പള്ളിയായ പള്ളിയിലൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. കഴിഞ്ഞ റമദാൻ മാസത്തിലല്ലേ കോട്ടക്കലിനടുത്തൊരു പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാമെന്ന പള്ളി പ്രസിഡന്റിന് ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടാര കൊണ്ട് കുത്തിക്കൊന്നത് ഈ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത ഒരു ജുമാഅത്ത് പള്ളിയിലല്ലേ? അതിന് സാക്ഷിയായവരല്ലേ നമ്മൾ? മിഹ്റാബിന്റെ അകത്ത് കടന്നുകൊണ്ട് പള്ളി പ്രസിഡന്റ് മരിച്ചുപോയത് ഈ റമദാൻ മാസത്തിലായിരുന്നല്ലോ പ്രിയപ്പെട്ടവര്. അത് ചെയ്തത് ഈ സമുദായത്തിന്റെ വക്താക്കളല്ലേ? ആ നിലയ്ക്ക് റസൂലുള്ള പറഞ്ഞ ഖിയാമത്തിന്റെ സകല ലക്ഷണങ്ങളും നമ്മുടെ കൺമുന്നിലെത്തിപ്പോയി. ഇനി അധിക കാലം ഇവിടെ സുഖസുഷുപ്തമായി, സുഖലോലുപനായി, സുഖിയാന്മാരായിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടാമെന്നുള്ള വ്യാമോഹം മാറ്റുക. ഏത് സമയത്തും നമ്മളൊക്കെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടവരാൻ. ഇത്ര പെട്ടെന്ന് പാണക്കാട് സയ്യിദ് അലി മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് നമ്മളെ വിട്ടുപിരിയുമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചോ?
മുസ്ലിം കേരളത്തിന്റെ നേതാവെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നാം ബഹുമാനിച്ചിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ ഖബറിലെത്തിപ്പോയി. മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ഷെയ്ഖുൽ ഹദീസ് എന്ന് 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദായ ഓടിച്ചാടി നടന്നുകൊണ്ട് വാത് പറഞ്ഞിരുന്ന ക്ലാസ് എടുത്തിരുന്ന നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഖബറിന്റെ അകത്തായി. അള്ളാഹു അവരുടെ ഖബറുകൾക്കൊക്കെ സ്വർഗത്തിന്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ആമീൻ. ചെറുപ്പക്കാരും മരിച്ചു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അടുത്ത ദിവസം എറണാകുളത്ത് പോയി തലവേദന. അടുത്ത ആശുപത്രിയിൽ ചെന്നപ്പോ പറഞ്ഞു ഒരു CT സ്കാൻ എടുക്കണം. 1,800 രൂപ കൊടുത്തു. തലയുടെ ഒരു സ്കാൻ എടുത്തു. വയസ്സ് 26 ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, തലച്ചോറിന്റെ അകത്ത് ക്യാൻസറാണ്. 17 ദിവസം കൊണ്ട് അവന് കീമിയോതെറാപ്പി ചെയ്തു. 28 ദിവസത്തിന്റെ ഉള്ളിൽ ആള് മരിച്ചു, മയ്യത്തായി. അപ്പോഴേക്കും ആ പാവപ്പെട്ട പെണ്ണിന്റെ ഗർഭപാത്രത്തില് ഒരു കുട്ടി വളർന്നിരുന്നല്ലോ. ദഇൽ അയ്യാമ തഫഅലു മാ തശാഉ വതിബ് നഫ്സൽ ഇദാ ഹക്കമൽ ഖലാഉ. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മൾ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് രോഗത്തിന്റെ മാതൃകയിൽ, അപകടത്തിന്റെ മോഡലിൽ, ആക്സിഡന്റിന്റെ മോഡലിൽ പല പല കോലത്തിലും നമ്മളിലേക്ക് വരികയാണ്. അതുകൊണ്ട് വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ കിടന്നുകൊണ്ട് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെ മരിച്ച് സ്വർഗത്തിൽ കടക്കാൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാവാൻ, സലാത്തിന്റെ ഖാദിമീങ്ങളാവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുമ്പോ ഒരു സമ്മാനം ഈ പരതക്കാട് നൂറുൽ ഹുദ അറബിക് കോളേജിന്റെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയവർക്ക് ഈ 21-ാം നൂറ്റാണ്ടിലെ 2011 ഇന്നത്തെ വാതില് ഒരു സമ്മാനം അങ്ങ് തന്നേച്ച് പിരിയാണ്. എന്താണ് ആ സമ്മാനം എന്നല്ലേ? ആ സമ്മാനം നിങ്ങൾ മുറുകെ പിടിക്കുകയോ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ വല്ലാഹി സുമ്മ വല്ലാഹി അബദൻ വല്ലാഹി, ഒരാളും ഈമാനോട് കൂടെയല്ലാതെ മൗത്താവുകയില്ല. ഒരാളും സ്വർഗത്തിലല്ലാതെ കടക്കുകയില്ല. ഒരാളും നരകത്തിന്റെ ജഹന്നമിന്റെ 7 അയലത്ത് പോലും എത്തുകയില്ല. ഏതാണ് ആ സമ്മാനമെന്നോ? അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കലാണ്. റസൂലിനെ പ്രിയം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സലാത്ത് വർദ്ധിപ്പിക്കലാണ്. സലാത്തിന്റെ രാജാവായ സലാത്താണ് സലാത്തുത്താജ്. ആ സലാത്തുത്താജ് ഒരു വട്ടം ജീവിതത്തിൽ, ഒരു വട്ടം ദിവസം ചൊല്ലി വന്നാൽ വല്ലാഹി ഉറപ്പിച്ചോളൂ, അവൻ നബിതങ്ങളെ മനാബിൽ കണ്ടിട്ടല്ലാതെ മരിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സലാത്തിന്റെ രാജാവാ സലാത്തുത്താജ്. ആ സലാത്തുത്താജ് ഒരാൾ ഒരു വട്ടം ദിവസം ചൊല്ലി വന്നാൽ മരണത്തിന്റെ മുമ്പ് അവൻ നബിതങ്ങളെ കാണും. ഈ സലാത്ത് എന്നോട് കഴിഞ്ഞ 27 കൊല്ലമായി ചെല്ലാൻ പറഞ്ഞ ചാവക്കാട് അഞ്ചങ്ങാടി കടപ്പുറത്ത് മരണപ്പെട്ട് കിടക്കുന്ന സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി നവ്വറല്ലാഹു മർക്കദഹു തബറുക്കിന്റെ ശൈഖായ അദ്ദേഹത്തിനോട് ഈ സലാത്ത് എന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചു, ശൈഖുനാബർകളെ, ഈ സലാത്തിന്റെ ഗായത്ത് മഖ്സൂദ് എന്താ? ഈ സലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ശൈഖുനായുടെ മറുപടി, ഈ മോനെ, ഈ സലാത്ത് ചൊല്ലുന്ന ആരും മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മനാമിൽ കാണും. ഈ സലാത്ത് ചൊല്ലുന്ന ആരും കാണും. ഏത് സത്യവിശ്വാസിയും കാണും. അവന്റെ കൽബിൽ നല്ല ഉറപ്പുണ്ടാവണം. അങ്ങനെ ഒരു സത്യവിശ്വാസി മരണത്തിന് മുമ്പേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ടാൽ ആ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിന്റെ സൂചനയാണ് ആ ദറജ എത്തുന്നത്. ആ ദറജയിൽ അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. അതിനുവേണ്ടി ഒരു വട്ടം സലാത്തുത്താജ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ദ്വാരക്കാനുണ്ട്. ദുആയും ആ മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഇവിടെ ചെയ്യും.